السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. أعوذ بكلمات الله التامات كلها من كل شيطان هامة ومن كل عين لامة. أسأل الله الكريم برب العرش العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، فكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى. وقال النبي صلى الله عليه وسلم: الدعاء سلاح المؤمن، الله يغضب إن تركت سؤاله، وبني آدم حين يسأل يغضب. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. കുമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയോ നീട്ടുന്ന കൈ തട്ടാതെ റബ്ബാ പിന്നെയോ. വലമോ ഉമ്മത്ത് സയ്യിദന വ മൗലാന മുഹമ്മദ്. ഏറെ ആദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട മഹത്തായ ഈ വേദിയുടെ അധ്യക്ഷൻ CM സാലിഹ് അവറുകളെ, പ്രിയപ്പെട്ട എൻ്റെ ശ്രേഷ്ഠ സുഹൃത്ത് മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈലി ഉസ്താദ് അടക്കമുള്ള പ്രിയപ്പെട്ട എൻ്റെ പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഈ മഹത്തായ സ്ഥാപനങ്ങളുടെയൊക്കെ നേതാക്കന്മാർ, ലത്തീഫ് മാഷ്, മുഹമ്മദ് മാഷ് അടക്കമുള്ള ഉമറാക്കൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന നേതാക്കന്മാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സ്നേഹനിധികളായ ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ നിന്നും പിരിയുന്നതും നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ ഉഖ്റവിയായ രക്ഷക്കുള്ള ഒരു സബബാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ.
നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു തീർത്ത് ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷയിലാക്കി തരട്ടെ. മരിച്ചുപോയ ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സഹോദരങ്ങൾ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഭാര്യാകുടുംബങ്ങൾ, ആരെല്ലാം ഏതെല്ലാം എവിടെയെല്ലാം ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നുവോ അവരുടെ എല്ലാവരുടെയും ആഖിറും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു റാഹത്തിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. നമ്മളൊക്കെ ഇൽമിലും ഹിഫ്ളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളെയും ശിഷ്യന്മാരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ചേർത്തി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, മഹത്തായ നമ്മുടെ വീര്യമ്പുറം ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന മതവിജ്ഞാന വേദിയുടെ 3-ാം ദിവസമാണ് ഇന്ന്. നാളെ സമാപനമാണ്. പ്രഗത്ഭരായ ആളുകൾ ഇന്നലെയും മിനിയാന്നും ഇവിടെ സംസാരിക്കുകയുണ്ടായി. വ്യത്യസ്ത വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ടാകും. അതെല്ലാം പഠിച്ചവൻ സ്വീകരിച്ച് നമ്മളൊക്കെ ഈ ഒരു ഇൽമിൻ്റെ സദസ്സ് കൊണ്ട് തന്നെ നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. അതിലേറെ പരിശുദ്ധമായ ഒരു മാസത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. എന്തുകൊണ്ടും മഹത്തരമാണ് ഈ സമയത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ പ്രാർത്ഥനയും. പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ അതിമനോഹരമായി നമ്മുടെ നാട്ടിലെ മസ്ജിദ്, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ സ്ഥാപനത്തിൽ വർദ്ധിക്കുന്ന സമയത്തൊക്കെ സൗകര്യപ്രദമാകിതം വളരെ മനോഹരമായൊരു മസ്ജിദ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ അള്ളാഹു ഇരുവട്ടിലും ഖൈർ നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ വന്ന് നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്യുകയാണ്. കുറഞ്ഞ ചില വിഷയങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു അതിന് നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ കുറഞ്ഞ കാലമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആ ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ചാൽ യഥാർത്ഥമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഖബർ ജീവിതം എന്നുള്ളത്. യഥാർത്ഥമായ ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അവരുടെ മരണത്തോടുകൂടെയാണ്. മരണത്തോടുകൂടെയാണ് യഥാർത്ഥത്തിൽ അവൻ അറ്റമില്ലാത്ത കാലത്തേക്ക് പോകുന്നത്. ആലമുൽ അർഹാമിൽ നിന്നും ആലമുൽ അർവാഹിലേക്കും, ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അർഹാമിലേക്കും, ആലമുൽ ദുനിയയിലേക്കും നമ്മൾ സഞ്ചാരത്തിലാണ്. ഒരു യാത്രക്കാരനെ പോലെ നമ്മൾ ജീവിക്കുകയാണ്. വളരെ ചുരുങ്ങിയ കാലമാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചിട്ടുള്ളത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിച്ച വർഷം, ആലമുൽ അർവാഹിൽ 1 സെക്കൻഡ്, ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിഞ്ഞ് ആലമു ദുനിയയിൽ അതിൽ കുറച്ചുകൂടെ അകിതം, അതിനേക്കാൾ ഏറെയാണ് ആലം ബർസഖ് എന്നത്. ഇങ്ങനെ യഥാർത്ഥമായ ജീവിതത്തിനെ പണിയെടുക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ചുരുങ്ങിയ കാലങ്ങളിൽ വെറും ഒരു വിശ്രമ സ്ഥലമായിട്ടാണ് ഈ കാലത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു ദുനിയാവിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹത ഷജറ, ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്ന ഒരു വിശ്രമ സ്ഥലം മാത്രമാണ് ഇത്. ഒരു യാത്രക്കാരൻ അവൻ വിശ്രമിക്കാൻ ഒരു മരച്ചുവട്ടിലിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പായയിൽ കിടക്കുന്ന സമയത്ത് ആ പായയിൽ കിടക്കുന്ന പുണ്യനബിയുടെ അടുത്തേക്ക് സ്വഹാബത്ത് വന്നപ്പോൾ എഴുന്നേറ്റുന്ന പുണ്യനബിയുടെ ശരീരത്തിൽ കലവിയുകയാണ്. പായയിലൊക്കെ കിടന്നാൽ കലയുണ്ടാവും. നമുക്കറിയാം, പായ പള്ളിയിലൊക്കെ നമ്മൾ കൈ ഇങ്ങനെ ചാരി വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ കലവിയാറുണ്ട്. ഇതുപോലെ ശരീരത്തിൽ കലവീണു. ആ സമയത്താണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് ലവിത്തഖദ്നാ ലക വിത്വാഅൻ യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് ഞങ്ങളൊരു വിരിപ്പ് തയ്യാറാക്കട്ടെയോ നബിയേ, ഒരു വിരിപ്പ് തരാൻ നബിയേ. ആ സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇല്ലാ കറാകിബിൻ, ഒരു വഴിയാത്രക്കാരനെ പോലെയല്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഇസ്തദല്ല തഹത ഷജറ വറാഹ സുമ്മ തറകഹാ, അല്പസമയം വിശ്രമിക്കുകയും ഇസ്തദല്ല തഹത ഷജറ വറാഹ സുമ്മ തറകഹാ,
പിന്നെ അയാൾ ആ വിശ്രമമൊക്കെ ഒഴിവാക്കി പോയി. അതുപോലെയാണ് ദുനിയാവ് അങ്ങനെ തന്നെയാണ്. വളരെ കുറഞ്ഞ കാലമാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 70 വ 60. എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. ഇത് കട്ടാകുന്നുണ്ടല്ലോ, മോണിറ്റർ ഒന്നുകൂടി സെറ്റാക്കി, അത് കുറച്ചുകൂടി നീക്കിയാൽ മതി. ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹത ഷജറ. ഇവിടെ നിന്ന് മനസ്സിലാവും. ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹത ഷജറ ഫറാഹ സുമ്മ തറകഹാ. അത്രയും കുറഞ്ഞ കാലമേ നമ്മൾ ഇവിടെ ജീവിക്കുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം. ആ കാലത്തിൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാൻ, പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ശഅബാൻ, നിങ്ങൾ ശുദ്ധിയാക്കുക. അൻഫുസക്കും, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ ശുദ്ധിയാക്കുക. പരിശുദ്ധമായ ശഅബാൻ എങ്ങനെയാണ്? നമ്മുടെ ഖൽബിനെ വൃത്തിയാക്കേണ്ടതാണ്. പരിശുദ്ധ റമദാന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ, പരിശുദ്ധ റമദാനിലേക്ക് പോകുന്ന നമ്മൾ, ആ പരിശുദ്ധമായ റമദാൻ നമ്മുടെ സ്വീകരിക്കാൻ പാകപ്പെട്ട ഖൽബായി നമ്മളെ ഹൃദയം മാറുക എന്നത് പ്രധാനമാണ്. നമ്മളെ ഹൃദയം മാറുക, നമ്മുടെ ഖൽബ് റമദാനെ സ്വീകരിക്കാൻ പാകപ്പെട്ടതാകുക. റമദാൻ പ്രകാശമാണ്, ഇൽമ് പ്രകാശമാണ്, ഖുർആൻ പ്രകാശമാണ്. ഈ പ്രകാശങ്ങളെ സ്വീകരിക്കാൻ എൻ്റെ ഖൽബ് പാകപ്പെടണമെന്നാണ്. നമ്മുടെ ഖൽബ് പാകപ്പെടുക. പരിശുദ്ധമായ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ബറാഅത്തിന്റെ മനോഹരമായ രാത്രിയാണ് ഇനി കടന്നു വരാനുള്ളത്. ഒരുപാട് പാപങ്ങൾ ചെയ്തവർ, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവർ, ഒരുപാട് തിന്മകൾ ചെയ്തവർക്ക് എല്ലാവർക്കും പുറത്തു തരാൻ, എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാറാണ്. എല്ലാവർക്കും മാപ്പെടുക്കാൻ പടച്ച തമ്പുരാൻ റെഡിയാണ്. ബറാഅത്തിന്റെ രാത്രിയിലും നമ്മൾ പടച്ചവനോട് ചോദിക്കാൻ പോകുന്നത് നമ്മളെ ദോഷം പൊറുക്കാനാണ്. ആ ബറാഅത്തിന്റെ രാത്രിയിൽ നമ്മുടെ ദോഷങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുന്നു. മാത്രമല്ല, നമ്മളെ ഇബാദത്തുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധ ശഅബാൻ. ആളുകൾ അശ്രദ്ധവാന്മാരായി പോകുന്നു, ആളുകൾ അശ്രദ്ധവാന്മാരായി പോകുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. വശഅബാനു ശഹ്രീ, ശഅബാൻ എൻ്റെ മാസമാണെന്ന് ആദരവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇതെൻ്റെ മാസമാണ്, എൻ്റെ മാസമാണ്. റജബ് അല്ലാഹുവിൻ്റെ മാസമെന്ന്, ശഅബാൻ എൻ്റെ മാസമാണ്. അതുപോലെ പരിശുദ്ധമായ റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണ്. റജബ് അല്ലാഹുവിൻ്റെ മാസവും ശഅബാൻ എൻ്റെ മാസവും റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ശഅബാനിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. എങ്ങനെയാണ്? റമദാനെ സ്വീകരിക്കാൻ പാകപ്പെടുത്തി നമ്മുടെ ഖൽബിനെ നന്നാക്കുക. അതിനും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്, ഈ പരിശുദ്ധമായ ശഅബാനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധമായ മാസത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ഈ ആയത്ത് ഈ പരിശുദ്ധമായ മാസത്തിൽ ഇറങ്ങിയതാണ്. ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബി, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ മലക്കുകളും യസല്ലൂന അലൻ നബി, പുണ്യ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. യസല്ലൂന അലൻ നബി, പുണ്യ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ,
സ്വല്ലൂ അലൈഹി, നിങ്ങൾ പുണ്യനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ഇത് ഈ മാസത്തിൽ ഇറങ്ങിയ ഒരു ആയത്താണ്. എന്താണ് സ്വലാത്തിൻ്റെ പ്രത്യേകത? ഈ സ്വലാത്ത് നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കുമെന്നതാണ്. നിങ്ങൾക്കൊരു ശരിയായ മുറബിയായ ഒരു ശൈഖിനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, മുറബിയായ ഒരു ശൈഖിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, നിങ്ങൾ സ്വലാത്തുകൾ അമിതമായി ചൊല്ലണേ എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതെന്തിനാ അമിതമായി സ്വലാത്തുകൾ ചൊല്ലുന്നത്? എന്തിനാ? നമ്മുടെ കൽബ് വൃത്തിയാവാനാണ്. മഹാന്മാരായ ആളുകൾ ത്വരീഖത്തുകൾ നൽകുന്നത് നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ അമലുകൾ ഇഖ്ലാസ് ഉള്ളതാക്കാൻ വേണ്ടിയാണ്. അമലുകളെ ആത്മാർത്ഥതയുള്ളതാക്കാനും നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്വലാത്തുകൾ നല്ലതുപോലെ ചെയ്യുക, സ്വലാത്ത് നമ്മൾ ചൊല്ലുക. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ ശഅബാൻ കഴിയുന്നതിൻ്റെ മുമ്പ് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹേ മാത്രം കൊല്ലടോ, മറ്റേതല്ലതോ റോട്ടിൽ തള്ളടോ. അല്ലാഹുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകട്ടെ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറും നമുക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ധാരാളം ചൊല്ലുക. അത് നമ്മുടെ ഖൽബ് വൃത്തിയാവാനുള്ളതാണ്. നമ്മളെ പാപങ്ങളെ കരിച്ചു കളയുന്ന പരിശുദ്ധമായ റമളാനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ നമ്മുടെ ഖൽബ് വളരെ ശുദ്ധിയാവണം. ഖൽബിൽ ഒരു പക പാടില്ല. പരിശുദ്ധമായ ബറാഅത്തിന്റെ ദിവസത്തിൽ പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യുഗ്ഫറു ലഹും, പൊറുക്കപ്പെടാത്ത 4 വിഭാഗം ആളുകളുണ്ടല്ലോ. അല്ലാഹു മാപ്പ് തരാത്ത 4 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നതിൽ ഒന്നാമതായി പറഞ്ഞത് മുശാഹിനാൻ, ഖൽബിൽ ശത്രുതയുള്ള ആളുകൾ, ഖൽബിൽ പകവെക്കുന്ന ആളുകൾ, അനാവശ്യമായ അസൂയകള്, അനാവശ്യമായ പകകള്, അനാവശ്യമായ വിദ്വേഷം, വൈരാഗ്യങ്ങള്, എന്തെല്ലാം നമ്മുടെ കൽബിലുണ്ടോ, എന്താണോ നമ്മുടെ കൽബിൽ തോന്നുന്നത്, അനാവശ്യമായ വിരോധം, അനാവശ്യമായ അസൂയ, പക, ഇതെല്ലാം നമ്മൾ മാറ്റിവെച്ചാലേ ആ ദിവസത്തിൽ അല്ലാഹു നമുക്ക് പുറത്തു തരികയുള്ളൂ. മൈക്ക് മാറ്റണോ? ألف الألف نظام مده على العالي أول السطور بسم الله بدء الخالق لا إله إلا الله لا إله إلا الله لا إله إلا الله محمد റസൂലുള്ളാഹ്. മഹത്തായ ബറാഅത്തിന്റെ രാത്രിയിൽ പാപമോചനം കിട്ടാത്ത, ദോഷം പൊറുക്കപ്പെടാത്ത ഒന്നാമത്തെ ആള് പരസ്പരം ശത്രുത വെക്കുന്ന ആളുകളാണ്. പരസ്പരം അനാവശ്യമായ ശത്രുതയുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല. ഒരാളോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ഈമാൻ പോലും പരിപൂർണമാകുന്നത് അക്മലുൽ മുഅ്മിനീന ഈമാനൻ അസ്സനുഹും ഖുലുഖാ. ഈമാനിന്റെ പരിപൂർണത ലഭിക്കുന്നത് അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവമുള്ളപ്പോഴാണ്. നല്ല സ്വഭാവമുള്ളവനാവുക എന്നതാണ്.
ഒരാളോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ അങ്ങോട്ട് കടന്നു വരുമ്പോൾ പുണ്യനബി സ്വഹാബത്തിനോട് പറയുന്നത്, സ്വഹാബാ സ്വഹാബാ, അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. ഈ സദസ്സിലേക്ക് ഇനി കടന്നു വരുന്നവർ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇയാൾ ഇങ്ങോട്ട് വരുന്ന ആൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. രണ്ടാമതും മൂന്നാമതും ഇതുപോലെ ഒരേപോലെ സംഭവിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം കേട്ട ഒരു സ്വഹാബി അതായി മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇയാളെ വീട്ടിലേക്ക് ചെന്നു. ഇയാളെ വീട്ടിൽ ചെന്നുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഈ മനുഷ്യൻ എന്ത് ഇബാദത്താണ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. എന്തമലാണ് ഇയാൾ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ അയാളുടെ അമലുകളെ പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ചെയ്യുന്നത്? സാധാരണ പോലെ നിസ്കരിക്കുന്നു, മറ്റുള്ള ഇബാദത്തുകൾ എടുക്കുന്നു, അയാൾ ഉറങ്ങുന്നു, ഇതല്ലാതെ ഒന്നും കാണാനില്ല. 3 ദിവസം അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അയാൾ ആ മനുഷ്യനോട്, അയാൾ ഈ സ്വഹാബിയോട് പറയാണ്, ഇനി ഞാൻ പോവുകയാണ്. വീട്ടിലെ ചെറിയൊരു പണക്കമാണ് കാരണം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചത്. അയാൾ പോകുന്ന സമയത്ത് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സ്വഹാബിയോട് പറയാണ്, ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞതാണ്. എനിക്കറിയേണ്ടത്, ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞതാണ്. ഞാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ആ ഒരു സ്വർഗത്തിൻ്റെ അവകാശി നിങ്ങളാവാൻ എന്ത് കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന് അന്വേഷിച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ അന്വേഷിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്. ആ സമയത്ത് അന്വേഷിച്ച സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു. 3 ദിവസം നോക്കിയിട്ടും ഞാൻ ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമലും ഞാൻ കാണുന്നില്ല. ആ സമയത്ത് അതാ തിരിഞ്ഞു ഞാൻ നടക്കുന്ന സമയത്ത് അയാൾ എന്നോട് പറയുകയാണ്, ഒരുപക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് ഞാനൊരു അമലും അമിതമായി ചെയ്യാറില്ല, പക്ഷേ ഈ ലോകത്ത് ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും എനിക്കൊരു വെറുപ്പില്ല, ഒരാളോടും എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരാളോടും ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ സ്വർഗത്തിലെത്തുന്നത്. ഒരാളോടും വെറുപ്പില്ലാത്ത ഒരു ജീവിതം, ഒരാളോടും അസൂയയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടോ എങ്കിൽ നമ്മുടെ ആഖിറം രക്ഷപ്പെടുമെന്നാണ്, സ്വർഗം ലഭിക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله لا إله إلا الله.
الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي لا إله الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي لا إله إلا الله ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബീബ് തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം നമ്മുടെ ഖൽബിൽ അല്ലാഹു നിറച്ചു തരട്ടെ. ഹബീബിൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ ഈ പരിശുദ്ധമായ മാസത്തിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹു വ മലായികതഹു يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ നമ്മുടെ ഖൽബ് വൃത്തിയാകാനാണ്, പരിശുദ്ധ റമളാനെ സ്വീകരിക്കാനാണ്. അല്ലാഹു ധാരാളം ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതൊരു മനുഷ്യൻ്റെ പ്രയാസം നീങ്ങാനും ബുദ്ധിമുട്ടുകൾ തീരാനും പരിശുദ്ധമായ സ്വലാത്ത് മതി എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പുണ്യ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അക്സിറു സ്വലാത്ത അലൈക. പുണ്യ നബിയെ, ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നബിയെ. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, ഞാൻ എത്ര സ്വലാത്താണ് പുണ്യ നബിയെ നിങ്ങളുടെ പേരിൽ ചൊല്ലേണ്ടത്? ഖാല മാ ശിഅത, നീ ഉദ്ദേശിച്ച അത്ര ചൊല്ലിക്കോ. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നീ എത്രയാണോ അധികരിക്കുന്നത് അത് നിനക്ക് അത്രയും നല്ലതാണ്. വീണ്ടും അയാൾ പറയാൻ അർറുബു, എന്നാൽ നബിയെ ഞാൻ കുറച്ച്, നാലിലൊരു ഭാഗം. വീണ്ടും അയാൾ പറഞ്ഞു, അല്ല ഉബയ്യ് തങ്ങൾ പറയാണ്, ഞാൻ പകുതി സ്വലാത്തും പുണ്യനബിയെ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം. അപ്പോഴും പുണ്യനബി പറഞ്ഞത് ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നീ എത്രയാണോ അധികരിക്കുന്നത് അത് നിനക്ക് നല്ലതാണ്. അപ്പോൾ പറഞ്ഞ നബിയേ ഫസുലുസൈൻ, മൂന്നിൽ രണ്ട് ഭാഗവും നബിയേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലും നബിയേ. അപ്പോഴും പുണ്യനബി പറഞ്ഞത്, നീ ഇഷ്ടം പോലെ ചൊല്ലിക്കോ. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നീ എത്രയാണോ അധികരിക്കുന്നത് അത് നിനക്ക് ഖൈറാണ്. എന്നാൽ അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, പുണ്യനബിയെ എല്ലാ സ്വലാത്തും നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന നബിയെ. ഇദൻ തുക്ഫാ ഹമ്മക വയഗ്ഫറു ലക ദംബക, നിന്റെ വേദനകൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ തീരാൻ, ബുദ്ധിമുട്ടുകൾ തീരാൻ ആ സ്വലാത്ത് മതി ഉബയ്യേ. വയഗ്ഫറു ലക ദംബക, നിന്റെ ദോഷം പൊറുക്കാനും അത് മതിയായതാണ്. സ്വലാത്ത് അത്രയും വലിയ മഹത്വരമാണ്. ദുആ സ്വീകരിക്കണമെങ്കിൽ സ്വലാത്ത് വേണം, നിസ്കാരം സ്വീകരിക്കണോ സ്വലാത്ത് വേണം. സ്വലാത്തില്ലാത്ത ഒരു വിശ്വാസിയുടെ ജീവിതം യഥാർത്ഥമായ ഒരു ജീവിതമേ അല്ല. സ്വലാത്ത് ഏത് നന്മകളിലായാലും ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക എന്നത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ, എന്നോട് നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാരോ അക്സറുഹും അലയ്യ സ്വലാ,
സ്വലാത്ത് ധാരാളം ചെല്ലുന്നവനാണ്. ധാരാളം സ്വലാത്ത് ചെല്ലുന്നവൻ. ആരെവിടെയാണോ സ്വലാത്ത് ചെല്ലുന്നത്, എത്ര സ്വലാത്താണോ ചെല്ലുന്നത്, ആ ചൊല്ലിവെക്കുന്ന സ്വലാത്തിൻ്റെ സ്ഥാനം എവിടെയാണോ അതാണ് ആഖിറത്തിൽ നിന്റെ സ്ഥാനമെന്ന് ആദരവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ ധാരാളം സ്വലാത്തുകൾ. ഹലോ, അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റേതല്ലതോ റോട്ടിൽ തള്ളടോ. അല്ലാഹയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നും ഇല്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എത്ര സ്വലാത്താണോ അവർ ചൊല്ലുന്നത് അത്രയാണ് അവൻ്റെ ആഖിറത്തിൽ സ്ഥാനമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ഇന്നി ലഖീതു ജിബ്രീല, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നു. ഫബശ്ശറനീ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് സന്തോഷ വാർത്ത, പുണ്യനബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ എന്നെ സന്തോഷിപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന റബ്ബക യഖൂലു ലക, പുണ്യനബിയേ, ഇന്ന റബ്ബക യഖൂലു ലക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂലു ലക, നിങ്ങളോട് പറയുന്നുണ്ട് നബിയേ, മൻ സ്വല്ലാ അലൈക, ആരെങ്കിലും പുണ്യ നബിയെ നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലൈതു അലൈഹി, ഞാൻ അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. വമൻ സല്ലമ അലൈക, പുണ്യ നബിയെ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും സലാം ചൊല്ലുന്നുണ്ടെങ്കിൽ സല്ലംതു അലൈഹി, ഞാൻ അവൻ്റെ മേൽ സ്വലാം ചൊല്ലുന്നു എന്ന് പുണ്യനബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, ഞാനോ നിങ്ങളോ സ്വലാത്ത് ചൊല്ലിയാൽ, ഞാനോ നിങ്ങളോ സലാം ചൊല്ലിയാൽ അല്ലാഹു എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയോ അല്ലാഹു എൻ്റെ മേൽ സലാം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ പുണ്യനബി വസജദ്തു ലില്ലാഹി ശുക്റാ, ഞാൻ അല്ലാഹുവിനോട് ശുക്റിൻ്റെ സുജൂദ് ചെയ്തു പോയി. പുണ്യനബി പറയാൻ, ഞാൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, അങ്ങനെയാണല്ലോ നേരത്തെ, ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, പുണ്യനബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ, ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, മൻ സ്വല്ലാ അലയ്യ, ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ പേരിൽ സ്വലാത്തൻ വാഹിദ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, ഞാനോ നിങ്ങളോ ഈ പരിശുദ്ധമായ ശഅബാനിൽ പുണ്യ നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, അല്ലാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നു. വമൻ സ്വല്ലാ അലൈഹി അശ്റാ, ആരെങ്കിലും ഒരാൾ 10 സ്വലാത്ത് എൻ്റെ പേരിൽ ചൊല്ലിയാൽ, പുണ്യനബി പറയുകയാണ്, മൻ സ്വല്ലാ അലയ്യ, എൻ്റെ പേരിൽ അശ്റാ 10 സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി മിഅത, അല്ലാഹു സുബ്ഹാനഹു വ തആല 100 സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഒരാൾ 10 സ്വലാത്ത് പുണ്യ നബിയുടെ പേരിൽ നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. വമൻ സ്വല്ലാ അലയ്യ മിഅത, ഇനി 100 സ്വലാത്ത് ഞാനോ നിങ്ങളോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു എഴുതി വെക്കുന്നതാണ്.
അല്ലാഹു എഴുതി വെക്കുന്നു. പടച്ചതമ്പുരാൻ എഴുതി വെക്കുകയാണ്, ബൈന ഐനൈ ബറാഅതൻ മിനൻ നിഫാഖ്. നിഫാഖിൽ നിന്നുള്ള ഒരു മോചനം അല്ലാഹു എഴുതി വെക്കുകയാണ്. ബറാഅതൻ മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നൊരു മോചനം അല്ലാഹു എഴുതി വെക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ നമ്മൾ കാണുന്നത് കപടതയുടെ മുഖമാണ്. ആളുകൾക്ക് മുമ്പിൽ ചിരിക്കുന്നു, നല്ല വർത്തമാനങ്ങൾ പറയുന്നു, പക്ഷേ ഉള്ളു ശരിയല്ല, ഉള്ളു വേറെയാണ്, ഉള്ളു വേറെയാണ്. നീ കാപട്യത്തിൻ്റെ മുഖം കാണിക്കുന്ന ആളുകളാ. എന്നാൽ നീയോ ഞാനോ 100 സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു നിനക്ക് എഴുതി വെക്കുന്നത് ബറാഅതൻ മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള ഒരു മോചനമാണ്. വ ബറാഅതൻ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ഒരു മോചനം അല്ലാഹു എഴുതി വെക്കുന്നു. വസ്കനഹു യൗമൽ ഖിയാമത്തി മഅശ്ശുഹദാ, ഖിയാമ നാളിൽ ശുഹദാക്കളോടൊത്ത് നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് കളവ് പറയാത്ത നാവിൻ്റെ മുത്തേ മദീനയുടെ രാജകുമാരനെ നബിയേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലുന്നവനോട് പുണ്യ നബിക്ക് ഇഷ്ടമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. സ്വലാത്ത് ചൊല്ലുന്നവനെ കുറിച്ച് അമ്മാർ ഇബ്നു യാസിർ യഖൂൽ ഖാല റസൂലുള്ളാഹ്, പുണ്യ നബി പറയുകയാണ്, ഇന്നല്ലാഹ വക്കല ബിഖബരി മലക്കാ. പുണ്യ നബി പറയുകയാണ്, എൻ്റെ ഖബറിൻ്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് മലക്കിനെ ഏർപ്പാട് ചെയ്തത്? അയ്താഹു അസ്മാൽ ഖലായിഖി, സൃഷ്ടികളുടെ പേരുകളെ അവർക്ക് നൽകുകയാണ്. ആരാണോ പുണ്യനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്, ആരാണോ പുണ്യനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്, അയാളുടെ പേര് അല്ലാഹുവിൻ്റെ പ്രത്യേകമായി അവിടെ നൽകപ്പെടുകയാണ്, അവിടെ പറയപ്പെടുകയാണ്. സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ പേര് അവിടെ പറയപ്പെടുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, പുണ്യനബിയുടെ പേര് കേട്ടിട്ട് പോലും സ്വലാത്ത് ചൊല്ലാത്തവൻ, പ്രത്യേകമായി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ദുആ ഉണ്ടല്ലോ, അവൻ അല്ലാഹുവിൻ്റെ ശാപം കിട്ടട്ടെ എന്ന്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക. ഏറ്റവും വലിയ പിശുക്കൻ ആരാണ്? പുണ്യനബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് ആദരവായ റസൂലുള്ളാഹ്. ലാ യറാ വജ്ഹി സലാത്ത്, 3 ആളുകൾ എൻ്റെ മുഖം കാണുകയില്ല, 3 ആളുകൾ എൻ്റെ മുഖം കാണുകയില്ല. ഇതെൻ്റെ മാസമാണ്. ഈ മാസത്തിൽ നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണേ, ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക. ഇത് വെറുതെയല്ല, പരിശുദ്ധമായ റമദാൻ എന്ന പ്രകാശത്തെ സ്വീകരിക്കാൻ പാകപ്പെട്ട എൻ്റെ കൽബ് ശുദ്ധീകരിക്കപ്പെടണം. ത്വഹിറൂ അൻഫുസകും, ഈ ശഅബാൻ വന്നാൽ നിങ്ങളെ നഫ്സുകളെ നിങ്ങൾ പരിശുദ്ധമാക്കണേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ സ്വലാത്തുകളെ കൊണ്ട് ശുദ്ധീകരിക്കാൻ കഴിയും. കാരണം ഒരു ശൈഖിനെ പോലും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, എന്നെ തർബിയത്ത് ചെയ്യാൻ, എന്നെ തസ്കിയത്ത് ചെയ്യാൻ ഒരു ശൈഖിനെ കണ്ടെത്താൻ എനിക്ക് കഴിയാതെ പോയാൽ ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലോ, അതെൻ്റെ ഹൃദയം ശുദ്ധിയാവാനുള്ളതാണ്. ലാ യറാ വജ്ഹി സലാസ, 3 ആളുകൾ എൻ്റെ മുഖം കാണുകയില്ല. അതിലൊന്നാമത്തത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരാൾക്ക് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ലെന്ന് ആദരവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നവന് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല. ലാ യറാ വജ്ഹി സലാസ, എൻ്റെ മുഖം 3 ആളുകൾ കാണുകയില്ല. അതിലൊന്നാമത്തെ ആൾ ആഖുൽ വാലിദൈനാണ്. അവർക്ക് ബറാഅത്തിൻ്റെ രാവില്ലല്ലോ. ലാ യഗ്ഫറു ലഹും അർബഅ, 4 ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല.
പരിശുദ്ധമായ ബറാത്തിന്റെ രാവിൽ 4 ആളുകൾക്ക് പൊറുക്കപ്പെടാത്ത വിഭാഗത്തിൽ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരുണ്ട്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരുണ്ട്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരിക്കലും മാപ്പ് കൊടുക്കുകയില്ല. അല്ലാഹു പുറത്തു കൊടുക്കാത്ത കൂട്ടരാണവർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഖൽബിൽ ശത്രുത വെക്കുന്നവർ. രണ്ടാമത്തത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവനാണ്. അവന് പുണ്യനബിയുടെ മുഖം കാണുകയില്ല. ലാ യറാ വജ്ഹി സലാസ, 3 ആളുകൾ എൻ്റെ മുഖം കാണുകയില്ല. അല്ലാഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവന് അവന് പരിശുദ്ധതയിലൊരു വിലയുമില്ല. അല്ലാഹു ഇബാദത്തുകളോട് ചേർത്തി പറഞ്ഞത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവനാണ്. അവന് ബറാത്തിന്റെ രാവില്ല. ബറാത്തിന്റെ പരിശുദ്ധമായ രാവ് ആസ്വദിക്കാനോ അനുഭവിക്കാനോ അവൻ ആ റഹ്മത്ത് കിട്ടുന്നവനും കൂട്ടത്തിലും അവനില്ല. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർ, കുടുംബബന്ധം മുറിച്ചവരായ ആളുകൾ, അല്ലേ, ഖാത്തിഉർ റഹിമായ ആളുകൾ. ലാ തൻസിലുർ റഹ്മാ, കാരുണ്യം ഇറങ്ങുകയില്ല, കരുണ ഇറങ്ങുകയില്ല. ഫീഹിം, ഒരു ഖൗമിനൊരു ഖൗമിലേക്ക് ഇറങ്ങുകയില്ല. ഫീഹി ഖാത്തിഉർ റഹിം, അവിടെ കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? കുടുംബബന്ധം മുറിച്ചവർക്ക് അവിടെ ഒരു അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല. ആ കൂട്ടത്തിൽ ആരുണ്ട്? ഉമ്മാനെയും വാപ്പാനെയും പ്രയാസപ്പെടുത്തിയവർ. അവർക്കൊരിക്കലും അള്ളാഹു ദോഷം പുറത്തു കൊടുക്കുന്നില്ല. ആരാണോ മാതാപിതാക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ നമ്മളോട് തൃപ്തിയാണെങ്കിൽ അള്ളാഹു നമ്മളോട് തൃപ്തിപ്പെടും. നേരെ മറിച്ച് നമ്മളോട് മാതാപിതാക്കൾക്ക് വെറുപ്പാണെങ്കിൽ അള്ളാഹുവിന് നമ്മളോട് വെറുപ്പാണ്. മാതാപിതാക്കൾക്ക് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമാണ്. മാതാപിതാക്കൾക്ക് നമ്മളോട് വെറുപ്പാണെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല വയലിങ്ങനെ പറയാൻ, ആ വയലിങ്ങനെ പറയുന്ന സമയത്ത് പുണ്യനബി ദുആ കഴിഞ്ഞിട്ട് പറയാണ്, ഞാനിതാ ദുആ ചെയ്യാൻ പോവുകയാണ്. ആരാണോ ഈ സദസ്സിലുള്ളത്, ആരാണോ ഈ സദസ്സിലുള്ളത്, കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവരെ എഴുന്നേറ്റ് പോകണം. ഞാൻ എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെന്നില്ല. ഇതാരാ പറയണേ? പുണ്യനബി. അള്ളാഹുവിൻ്റെ റസൂൽ ദുആ എന്നാ സ്വീകരിക്കൂല എന്ന് പുണ്യനബി പറയണമെങ്കിൽ ഈ വിഭാഗം എത്രത്തോളം മോശപ്പെട്ടവരാണ്. ഈ വിഭാഗം എത്രത്തോളം മോശപ്പെട്ടവരാണ്, എത്ര മോശപ്പെട്ടവരാണ്. പുണ്യനബി പറയാൻ, കുടുംബബന്ധം മുറിച്ചവർ ഈ സദസ്സിലുണ്ടോ അവരെ എഴുന്നേറ്റ് പോകണം. എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല, എൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല, എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം. ഒരാൾ എഴുന്നേറ്റ് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു. അയാൾ നേരെ തിരിച്ചു വന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക്. പുണ്യനബി ചോദിക്കുകയാണ്, എവിടേക്കായിരുന്നു നിങ്ങൾ പോയത്? എന്തിനാണ് തിരിച്ചു വന്നത്? യാ റസൂലല്ലാഹ്, പുണ്യനബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ഇളയമ്മയോട് പിണക്കത്തിലായിരുന്നു നബിയേ. എൻ്റെ ഇളയമ്മയോട് പിണക്കത്തിലായിരുന്നു. ഞാൻ എൻ്റെ ഇളാമയോട് പോയിട്ട് പൊരുത്തപ്പെടിച്ച് ഞാൻ നന്നായി വന്നതാണ് നബിയേ. പുണ്യനബിക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്, വല്ലാത്ത സന്തോഷമായി. കാരണം പിണങ്ങിയ ഒരാൾ പോയി നന്നാവുകയാണ്. പിണങ്ങിയ ഒരാൾ നന്നായിട്ടാണല്ലോ വന്നത്. പിണക്കം പറ്റിയ ഒരാൾ നന്നായി വന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത സന്തോഷമായി. എന്നിട്ട് പുണ്യനബി ദുആ ചെയ്യുകയാണ്. പറഞ്ഞു വന്നത്, കുടുംബബന്ധം മുറിച്ചവരുടെ ആ സദസ്സിലുണ്ടെങ്കിൽ പോലും അത്രത്തോളം പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങൂല. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയും കിട്ടുകയില്ല, ബറാത്തിന്റെ രാത്രിയും കിട്ടുകയില്ല. ആ കൂട്ടത്തിൽ പുണ്യനബി പറഞ്ഞതുപോലെ ലാ യറാ, എൻ്റെ മുഖം അവൻ കാണുകയില്ല. ലാ യറാ വജ്ഹി സലാസ, അതിലൊന്നാമത്തത് അഖുൽ വാലിദൈനാണ്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്ക് മാപ്പ് കൊടുക്കുകയില്ല, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. കുടുംബബന്ധം മുറിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഅ്മിനീങ്ങളെ. ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്നവർ, ഭാര്യയോട് പിണങ്ങി നിൽക്കുന്നവർ, ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവർ, വാപ്പയോട് പിണങ്ങി നിൽക്കുന്നവർ, കുടുംബങ്ങളോട് പിണങ്ങി നിൽക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിലൊക്കെ സ്വലാഹിയത്തിനെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സ്വലാഹിയത്തിനെ പ്രദാനം ചെയ്യട്ടെ. ദാഹമൗതത് കൂട്ടിടും ഇബ്ലിസ് കോസിനെ കാട്ടിടും, നേരല്ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തോണ റബ്ബന. സ്വർഗ്ഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഒന്നാമതായി പുണ്യറ്റുള്ളത് ആദ്യമായി ഇറങ്ങത് അൽ അഫാഫാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് ആദരവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ദുആ പോലും നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണോ? ദുആ സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ തിരുദൂതരുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നമ്മൾ രണ്ട് ഭാഗത്തും സ്വലാത്ത് ചൊല്ലാറില്ലയോ? അൽഹംദുലില്ലാഹ് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പുണ്യ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അവസാനത്തിൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് തുടങ്ങിയിട്ട് നമ്മൾ സ്വലാത്ത് വീണ്ടും ചൊല്ലുകയാ. തുടക്കത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലുന്നു. തുടക്കത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഇടയിലുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഇൻഷാ അല്ലാഹ്. നാളെ സമാപനമാണ്, നാളെ ദുആയുടെ സദസ്സാണ്. ആ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഇൽമിൻ്റെ സദസ്സ്, ആ സദസ്സ് ഇൻഷാ അല്ലാഹ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇറക്കി വെക്കാൻ, പ്രയാസങ്ങളെ മുഴുവനും ഇറക്കി വെക്കാൻ, എൻ്റെ ബുദ്ധിമുട്ടുകളെ ഇറക്കി വെക്കാൻ, ആവശ്യങ്ങളെ പരിഹരിക്കപ്പെടാൻ, എൻ്റെ ദോഷങ്ങളെ പൊറുക്കപ്പെടാൻ ആവശ്യമെന്തുണ്ടെങ്കിലും കൊടയണ്ട റബ്ബിൻ്റെ വാതിൽ മുട്ടണോ മടിക്കണ്ട. കുമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയോ നീട്ടുന്ന കൈ തട്ടാതെ റബ്ബാ പിന്നെയോ. അല്ലാഹു അത്രത്തോളം കാരുണ്യവാനാണ്, കരുണക്കടലാണ്, കാരുണ്യവാൻ അല്ലാഹ്. തെറ്റുകളെ നിസാരമായി കാണരുത്, പാപങ്ങളെ നിസാരമായി കാണരുത്. അത് തമ്മാടിയുടെ അടയാളമാണ്. ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു, ഫാജിറായ ഒരാൾ തെറ്റുകളെ കാണുന്നത്, തമ്മാടിയായ ഒരാൾ തെറ്റിനെ കാണുന്നത്. ഒരു ഈച്ചയെ പോലെയാണ്. അവന്റെ മൂക്കിലൂടെ മുതുകിൽ മൂക്കത്തിലൂടെ നടന്നു പോകുന്ന പാറിപ്പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് തമ്മാടിയായ ഒരാൾ ഒരു തെറ്റിനെ കാണുക എന്ന് ആദരവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നമുക്കൊരു ബേജാറില്ല, ഒരു പ്രയാസവും നമുക്കില്ല, ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല, ഒരു വിഷമം നമുക്ക് തോന്നുന്നില്ല. തെറ്റു ചെയ്താൽ ഒരു ഖേദവും നമുക്ക് തോന്നില്ല. മഹാനായ സഅലബാ റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅലബാ തങ്ങളെ ഒരു ആവശ്യത്തിന് പറഞ്ഞേക്കുമ്പോ ഒരു പെണ്ണിനെ നോക്കിപ്പോയപ്പോ, ഒരു പെണ്ണിനെ നോക്കി ഞാൻ വീണ്ടും ഒന്ന് നോക്കിപ്പോയതിന്റെ പേരിൽ മഹാനായ സഅലബാ റളിയല്ലാഹു അൻഹു പോവുകയാ. സഅലബാ തങ്ങൾ സങ്കടപ്പെടുകയാണ്. പടച്ചവനെ, ഞാനൊരു പെണ്ണിനെ നോക്കിപ്പോയല്ലോ അല്ലാ, പെണ്ണിനെ ഞാൻ നോക്കിപ്പോയല്ലോ അല്ലാ, വല്ലാത്ത വിഷമം ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ നോക്കുക? പുണ്യനബിയുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെയാണ് കടന്നു ചെല്ലുക? സഅലബാ തങ്ങൾ പോവുകയാണ്. സങ്കടം സഹിക്കാൻ പറ്റാതെ
തങ്ങൾ പോയി മക്കായുടെ മദീനയുടെ ഇടയിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെല്ലുകയാ. ആ മലയുടെ മുകളിലേക്ക് പോയിട്ട് തങ്ങൾ പൊട്ടി കരയുകയാ. ദിവസങ്ങളായി 40ഓളം ദിവസമായപ്പോഴാണ് പുണ്യ നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നതിന്, യാ റസൂലല്ലാഹ്, നിങ്ങൾ പറഞ്ഞയച്ച സഅലബ എവിടെയാണ് പുണ്യ നബിയെ? യാ റസൂലല്ലാഹ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരവായ റസൂൽ തങ്ങള് സഅലബ തങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ് സഹാബത്തിനോട്. രണ്ടാളുകളെ പറഞ്ഞേക്കുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ. ഉമർ ബിൻ ഖത്താബ് തങ്ങളും മറ്റൊരു സഹാബിയും സഅലബയെ തേടി പോവുകയാ. നടന്നിങ്ങനെ നീങ്ങുന്നു. സഅലബ തങ്ങളെ കുറിച്ച് വിവരമില്ല. അപ്പോഴാണ് ഒരു മലഞ്ചുവട്ടിലുള്ള ഒരാട്ടിടയനെ കണ്ട് ചോദിക്കുകയാണ്, ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഅലബയെ അറിയുമോ? അവര് പറയാൻ ഇല്ല, സഅലബ എന്ന് പറയാൻ അറിയില്ല. എന്നാൽ ഈ മലമുകളിൽ നിന്ന് അസ്തമാന സമയത്ത് ഒരാൾ യാ വൈലത, സങ്കടത്തോടുകൂടെ വേദനയോടുകൂടെ പ്രയാസത്തോടുകൂടെ ആൾ യാ വൈലത എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത ഒരു സങ്കടപ്പാടോടുകൂടെ കരയുന്നത് ഞാൻ കാണാറുണ്ട്. തലമുകളിലേക്ക് മണ്ണ് വാരിയിട്ട് അയാൾ ഉറക്കെ എന്തൊക്കെയോ വിളിച്ച് പറയാറുണ്ട്. അയാൾ തലയിലേക്ക് മെല്ലെ മണ്ണുകൾ വാരിയിട്ട് കൊണ്ട് അയാൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് സങ്കടത്തോടുകൂടെ അയാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരാൾ ഭ്രാന്തനെ പോലെ ജടകുത്തി മുടിയാകെ നീണ്ട് നഖമൊക്കെ നീണ്ടുപോയ ഒരാൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് ഞാൻ കാണാറുണ്ട് എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പോവുകയാണ്. മലമുകളിലേക്ക് കടന്നു ചെല്ലുകയാ. ആ മലമുകളിലേക്ക് കടന്നു ചെന്നിട്ട് അസ്തമാന സമയമായപ്പോൾ ശബ്ദം കേൾക്കുകയാ. വല്ലാത്ത ഒരു സങ്കടത്തിന്റെ, അല്ലാഹുവേ, നരകമോചനത്തെക്കുറിച്ച്, നരകത്തിനെ കുറിച്ച് ഭയപ്പെട്ടിട്ട് എന്തോ ഞാനൊരു മണ്ണായിരുന്നുവെങ്കിലെന്ന വർത്തമാനം പറഞ്ഞ തലമുകളിലേക്ക് മണ്ണ് വാരിയിടുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി നോക്കിയപ്പോ ആരെയാ കാണുന്നത്? മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു. സഅലബ തങ്ങള്, മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു തങ്ങൾ ക്ഷീണിക്കുകയാണ്. മെലിഞ്ഞൊട്ടിപ്പോയി തൊലി മാത്രമേ ഉള്ളൂ. ജടകുത്തി മുടിയാകെ നീണ്ടുകൊണ്ട് സഅലബ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കരയുന്നത് കാണുകയാ. ഓടി ചെന്നുകൊണ്ട് ഉമർ ഖത്താബ് തങ്ങൾ സഅലബയോട് സലാം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉമർ തങ്ങളെ ഇങ്ങോട്ട് വരരുതേ, ഉമർ തങ്ങളെ ഇനി ഇങ്ങോട്ട് വരല്ലേ. ഉമർ ഖത്താബ് തങ്ങളോട് പറയാ, ഞാനൊരു തെറ്റ് ചെയ്തു പോയതാണ് ഉമർ ഖത്താബ് തങ്ങളോട് പറയാണ്, ഉമർ തങ്ങളെ ഞാനൊരു പാപം ചെയ്തു പോയതാണ്, ഞാനൊരു തെറ്റ് ചെയ്തു പോയതാണ്. ഞാനൊരു തെറ്റ് ചെയ്തു പോയി ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരല്ലേ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ. പറഞ്ഞു സഅലബ, എന്താണ് ഇത്ര പ്രയാസം, എന്താണ് ഇത്ര ബുദ്ധിമുട്ട് സഅലബ എന്ന് മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിനോട് സങ്കടത്തോടുകൂടെ ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോ ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. കുറച്ചുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഒരു കാമണിക്കൂർ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം വേഗം പരിപാടി നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. സൗണ്ടുള്ളതൊക്കെ പോയാൽ നാളെ എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം അവസാനിപ്പിക്കുക. ഇപ്പോൾ തന്നെ സൗണ്ടില്ല, ഉള്ളത് ഞാൻ ഉണ്ടാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. മുഅ്മിനീങ്ങളെ, സഅലബ റളിയല്ലാഹു അൻഹു വല്ലാതെ പൊട്ടിക്കരയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഖത്താബ് തങ്ങളെ പറഞ്ഞയച്ചു. ഉമർ ഖത്താബ് തങ്ങൾ സഅലബ തങ്ങളോട് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരി, നബി തങ്ങൾ വിളിക്കുന്നുണ്ട്. ഞാൻ വരൂല, ഞാനൊരു തെറ്റ് ചെയ്ത ആളാണ്, എൻ്റെ കണ്ണേ തെറ്റ് ചെയ്ത ഉമർ തങ്ങളെ എങ്ങോട്ട് വരരുത്. സഅലബ റളിയല്ലാഹു അൻഹു വേദനയോടെ പറയാണ്. ഉമർ ഖത്താബ് തങ്ങൾ സഅലബ തങ്ങളോട് പറയാണ്, സഅലബ
പുണ്യനബി എന്നോട് നിങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. ഉമർ ഖത്താബ് തങ്ങളെ പറ്റി സഅലബ തങ്ങൾക്ക് അറിയാലോ. സുഹൈറെ ലൈവ് കട്ട് ചെയ്തൂടെ? ലൈവ് ഇനി വേണോ? മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് തങ്ങളോട് പറയാണ്, ഉമർ തങ്ങളെ, ഞാനൊരു തെറ്റ് ചെയ്താണ്, എനിക്ക് പുണ്യനബിയെ കാണാൻ കഴിയില്ല, എനിക്ക് വലിയ പ്രയാസമാണ്. അത് പറ്റില്ല, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യനബി എന്നോട് നിങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഉമർ ഖത്താബ് തങ്ങൾ സഅലബാനെ കൊണ്ടുപോകുമ്പോൾ സഅലബ തങ്ങൾ ഉമർ ഖത്താബ് തങ്ങളോട് പറയാണ്, ഉമർ തങ്ങളെ, ഞാനൊരിക്കലും നിങ്ങളെ മുന്നിൽ നടക്കുകയില്ല, നിങ്ങൾ മുന്നിൽ നടന്നോളൂ, നിങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ല, ഞാനൊരു തെറ്റ് ചെയ്ത മനുഷ്യനാണ്. ഏതാണ് ആ തെറ്റെന്നറിയാം മുഅ്മിനീങ്ങളെ? ഒരു പെണ്ണിനെ ഒന്നുകൂടെ നോക്കിപ്പോയി എന്നൊരു തെറ്റല്ലാതെ മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. ആ ഒരു തെറ്റിൻ്റെ പേരിലാണ് സഅലബ തങ്ങൾ മലമുകളിലേക്ക് കയറിപ്പോയത്. ആ സഅലബ തങ്ങൾ ഉമർ തങ്ങളോട് പറയാൻ, നിങ്ങൾ മുന്നിൽ നടന്നോളൂ, നിങ്ങളുടെ മുന്നിൽ ഞാൻ നടക്കുകയില്ല, നിങ്ങൾ എന്നെ നോക്കരുത്, ഞാൻ തെറ്റ് ചെയ്ത ആളാണ്. അങ്ങനെ മദീന പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മദീന പള്ളിയിൽ ചെന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലാണ്. പുണ്യനബി ഇമാമത്ത് നിൽക്കുന്നു, സ്വഹാബത്ത് പിന്നിൽ ഇങ്ങനെ നിസ്കരിക്കുന്നു. പിന്നിൽ പോയി നിന്നു. പുണ്യനബിയുടെ ശബ്ദം കേട്ടപാടെ കരച്ചിലാണ്. സഅലബ തങ്ങൾ വീണുപോയി, ബോധരഹിതനായി വീണു. പുണ്യനബി നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ട് സഅലബ തങ്ങളുടെ അടുത്തേക്ക് വന്ന് തങ്ങളെ മെല്ലെ പിടിക്കുമ്പോൾ, യാ റസൂലല്ലാഹ്, പുണ്യനബിയേ, നിങ്ങൾ എന്നെ തുടരുതേ റസൂലല്ലാഹ്, ഞാൻ തെറ്റു ചെയ്ത ആളാണ് നബിയേ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരല്ലേ നബിയെ. ആരാ പറയണത്? സഅലബ റളിയല്ലാഹു അൻഹു. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരല്ലേ, നിങ്ങൾ എന്നെ തൊടല്ലേ. സഅലബ, എന്ത് തെറ്റാണോ സഅലബ തങ്ങളെ നിങ്ങൾ ചെയ്തത്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമല്ലോ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? പക്ഷെ സമാധാനം കിട്ടുന്നില്ല. യാ റസൂലല്ലാഹ്, ഞാൻ നരകത്തിൻ്റെ വിറക് കൊള്ളി ആകുമല്ല നബിയേ, ഞാൻ നരകത്തിലേക്ക് പോകുമല്ല നബിയേ, വല്ലാത്ത വിഷമമാണ് റസൂലല്ലാഹ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരല്ലി, ഞാൻ നിങ്ങളെ കാണുന്നതിലാണ് ഏറ്റവും വിഷമിക്കുന്നത്, കാരണം ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ റസൂലല്ലാഹ്. ഇത് കേട്ടപ്പോൾ പുണ്യനബി സമാധാനിപ്പിച്ചു. പക്ഷേ സഅലബ തങ്ങളോട് പറഞ്ഞു, പുണ്യനബി, സഅലബ തങ്ങളെ വീട്ടിൽ പോകൂ, കുടുംബത്തെ കാണൂ, ഭാര്യയെ കാണൂ, മക്കളെ കാണൂ. നേരെ ചെല്ലുകയാണ്. അതാ വീട്ടിൽ ചെന്ന് കുടുംബത്തെ കാണുന്നു, ഭാര്യയും കുടുംബത്തും സമാധാനിപ്പിക്കുന്നു. പക്ഷേ കരച്ചിലാണ്, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. സഹാബത്ത് അവിടെ നിന്നു. സഅലബ തങ്ങളെടുത്തു, പുണ്യനബിയേ, സഅലബാക്ക് സമാധാനമില്ലല്ലേ റസൂലല്ലാഹ്. പുണ്യനബി അങ്ങോട്ട് ചെന്നുകൊണ്ട് സഅലബ തങ്ങളെ സമാധാനിപ്പിക്കുകയാ. സഅലബ തങ്ങളെ, ഭൂമിയോളം തെറ്റുകൾ ചെയ്താലും ആകാശത്തോളം തെറ്റുകൾ ചെയ്താലും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമല്ലോ സഅലബ. നിങ്ങളതാ ലഖീതുഹു, ഭൂമിയോളം വലിപ്പമുള്ള തെറ്റുകളുമായി നിങ്ങൾ കണ്ടുമുട്ടിയാൽ, അല്ലാഹനെ കണ്ടുമുട്ടിയാൽ അല്ലാഹ് നിങ്ങളോട് പറയുന്നുണ്ട്, ലഖീതുഹു ബിമിസ്ലിഹാ മഗ്ഫിറ, ഞാൻ നിങ്ങളെ എത്ര വലിയ പാപങ്ങളുമായിട്ടാണോ നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത്, അതുമായി ഞാൻ നിങ്ങളെയും കണ്ടുമുട്ടുന്നതാണ്. അതുപോലത്തെ പാപമോചനവുമായി നിങ്ങളെ ഞാൻ കണ്ടുമുട്ടും എന്ന് സഅലബ തങ്ങളോട് പുണ്യനബി അല്ലാഹു പറഞ്ഞതായി പറഞ്ഞപ്പോ വല്ലാത്തൊരട്ടകാസത്തോടുകൂടെ അവർ ലോകത്തോട് വിട പറയുകയാണ്. കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊണ്ട് ലോകത്തോട് വിട പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഒരു പെണ്ണിനെ നോക്കിപ്പോയതിൻ്റെ പേരിലാ ഇത്രമേൽ സങ്കടപ്പെട്ടിട്ടുള്ളത്. നമ്മളാണെങ്കിലോ എത്രയെത്ര പാപങ്ങളാണ്, കുറ്റങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ആ പാപങ്ങളെ മുഴുവനും ഖാലിഖായ പടച്ചവനിലേക്ക് ഏറ്റു പറഞ്ഞിട്ട്, പൊറുക്കൻ്റെ പാപം സയ്യിദേ പൊറുക്കാൻ
പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. അല്ലാഹുവിനോടൊന്ന് ഏറ്റു പറയാൻ നമ്മൾ തയ്യാറാവണേ മോമിനീങ്ങള്. തെറ്റുകൾ നമുക്ക് നിസ്സാരമാണ്, തെറ്റുകൾ നമുക്ക് നിസ്സാരമായി കാണരുത്, പാപങ്ങളെ നിസ്സാരമായി കാണാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ തെറ്റുകൾ ചെയ്തവർക്കും മാപ്പ് കൊടുക്കുന്നവന്, എത്ര തെറ്റുകൾ ചെയ്തവനും ദോഷം പൊറുക്കുന്നവന്. അതുകൊണ്ട് ഈ ഒരു തെമ്മാടിയായി ഞാൻ മാറാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്താൽ ഒരു ഖേദമെങ്കിലും എൻ്റെ മനസ്സിലുണ്ടാകണം. പുണ്യനബി പറയുകയാണ്, ഒരാൾ ഖേദത്തോടുകൂടെ ചെയ്തു പോയ പാപങ്ങൾക്ക് ഖേദമുള്ളവനായാൽ അല്ലാഹുവിൻ്റെ ദോഷം പൊറുത്തു എന്നതിൻ്റെ അടയാളമാണ്, പാപം പൊറുത്തു എന്നതിൻ്റെ അടയാളമാണ് ആ ഖേദമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു ദോഷം പൊറുക്കുന്നവന്. അതുകൊണ്ട് തേടുക, ഇഖ്ലാസോടുകൂടെ പടച്ചവനോട് തേടുക, ദുആ ചെയ്യുക. ഈ ശഅബാനിൽ ദുആ ചെയ്യുക. സലാത്തുകൾ നമ്മുടെ ദോഷം പൊറുക്കാനുള്ളതാ. സ്വലാത്തില്ലെങ്കിൽ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കില്ല. തെറ്റുകൾ ചെയ്തവരെ പടച്ചവനോട് നല്ലതുപോലെ ഇഖ്ലാസോടുകൂടെ തേടുക. അല്ലാഹു പുറത്തു തരുമെന്നുറപ്പോടുകൂടെ എനിക്ക് അല്ലാഹു മാപ്പ് തരാതിരിക്കില്ല, അല്ലാഹു മാപ്പ് തരാതിരിക്കില്ല. പടച്ചവനെല്ലാം പൊറുക്കുന്നവനാണ്. ആ ഒരു ഉറപ്പോടുകൂടെ പടച്ചവനോട് തേടുക. ഖാലിഖായ റബ്ബ് നമ്മളെ കാത്തിരിക്കുകയാ. ചിലപ്പോൾ നമ്മുടെ ദുആകൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഉത്തരം കിട്ടിക്കോളണമെന്നില്ല. 4 തരത്തിലാണ് അല്ലാഹു ഉത്തരം തരുന്നത്. ഒരു ദുആ ഒരാൾ തേടിയാൽ, പടച്ചവനോട് തേടിയാൽ ഒരുപക്ഷെ അല്ലാഹു വളരെ പെട്ടെന്ന് ഉത്തരം കൊടുക്കാറുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മയക്ക് വേണ്ടി ദുആ ചെയ്തതുപോലെ എത്രയെത്ര മഹാന്മാരാണ്. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ യാല ലികൈ അറാക. ഒരുപാട് രാജ്യത്തിന്റെ അധികാരമുള്ളവനായിരുന്ന മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങള് പറയുകയാണ്, എനിക്കൊരധികാരവും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാനെല്ലാം ഒഴിവാക്കുകയാണ്. എന്തിനാണ് ഒഴിവാക്കുന്നത്? അല്ലാഹുവിനെ കാണാൻ, ഖാലിഖായ പ്രപഞ്ച പരിപാലകനായ പടച്ച റബ്ബിനെ കാണാൻ. ആ പടച്ചവനെ കാണാൻ പോയ അദ്ദേഹം തങ്ങളുണ്ടല്ലോ, സൂഫി ചക്രവാളത്തിലെ സൂര്യ തേജസ്സായിരുന്ന മഹാനായ അദ്ദേഹം തങ്ങൾ ഒരിക്കൽ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാ. കപ്പൽ ഇങ്ങനെ അലമാലകളെ കീറി യാത്രക്കാരെ കൊണ്ടിങ്ങനെ കീറി ഇങ്ങനെ നീങ്ങുകയാ. കപ്പലിങ്ങനെ നീങ്ങുകയാണ്. ഒരു കടലിന്റെ നടുക്കെത്തിയപ്പോൾ കപ്പൽ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങുകയാ. കപ്പലിങ്ങനെ ആടി ഉലയുമ്പോൾ ആളുകൾ മുഴുവനും ഭയപ്പാടിലായി, ആളുകൾ മുഴുവനും ബേജാറിലായി, എല്ലാവരും സങ്കടത്തിലായി. കപ്പിത്താൻ പോലും പറയുകയാ, എൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്താണിത്, നിങ്ങൾ പടച്ചവനോട് തേടിക്കോ, ഖാലിഖായ റബ്ബിനോട് നിങ്ങൾ തേടിക്കോ എന്ന്. ആളുകൾ മുഴുവനും ഭയമായ വിഹ്വലരായി നിൽക്കുകയാ. പടച്ച റബ്ബിനോട് തേടുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അപ്പോഴാണ് കപ്പലിൽ അതാ ഒരാൾ സുന്ദരമായി കിടന്നുറങ്ങുന്നു. നല്ല പുതപ്പിട്ട് മൂടി കിടന്നുറങ്ങുന്നത് ആളുകൾ കാണുകയാ. എല്ലാവരും പോയിട്ട് അങ്ങോട്ട് ചെന്നു. ആരാണ് കിടന്നുറങ്ങുന്നത്? കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, ഇതാരെന്നറിയോ? മഹാനായ അദ്ഹന്തങ്ങളാണ്. അദ്ഹന്തങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാ. ഒരാൾ പുതപ്പ് നീക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പണ്ഡിതനായ അദ്ഹന്തങ്ങളാ. ആളുകൾ പറഞ്ഞു, ഇത് വലിയ സൂഫിയാണല്ലോ. എല്ലാവരും കൂടെ അദ്ദേഹം തങ്ങളെ ചുറ്റും കൂടുകയാ. തങ്ങളെ വിളിച്ചു, തങ്ങളെ കപ്പലിതാ മുങ്ങാൻ പോവുകയാ, കപ്പലിതാ മുങ്ങാൻ പോവുകയാ. നിങ്ങളൊന്ന് പടച്ചവനോട് ദുആ ചെയ്യുമോ? ഖാലിഖായ റബ്ബിനോടൊന്ന് തേടുമോ? മഹാനായ അദ്ദേഹം തങ്ങള് ചോദിക്കുകയാണ്, എന്തു പറ്റി? നിങ്ങളെല്ലാവരും ഭയപ്പാടിലാണല്ലോ, തങ്ങളെ കണ്ടില്ലേ, കപ്പലിതാ മുങ്ങാൻ പോവുകയാ. മഹാനായ അദ്ദേഹം തങ്ങൾ പറയാണെങ്കിൽ ഞാനിതാ ദുആ ചെയ്യുകയാ, നിങ്ങൾ ആമീൻ പറഞ്ഞോ. ഞാനൊന്ന് ദുആ ചെയ്യാം, നിങ്ങൾ ആമീൻ പറഞ്ഞോ. മഹാനായ അദ്ദേഹം തങ്ങൾ ദുആ ചെയ്തു. 2 കലിമത്താ. ഏതാണ് ആ കലിമത്തെന്നറിയോ? മഹാനായ അദ്ദേഹം തങ്ങൾ പറയുകയാ,
അദ്ദേഹം തങ്ങൾ ദുആ ചെയ്ത രണ്ട് വാക്ക്, അല്ലാഹുമ്മ അറൈതനാ ഖുദ്റതക വ അരിനാ അഫ്വക യാ അല്ലാഹുവേ അറൈതനാ ഖുദ്റതക, നിന്റെ കഴിവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അല്ലാ. ഈ കടലിന്റെ അലമാലകൾ കീറി ഇത്രയും ആളുകളെ മനോഹരമായി ഒരു കുഴപ്പവുമില്ലാതെ യാത്രക്കാരെ സുരക്ഷിതമായി നല്ലതുപോലെ ഈ കടലിന്റെ അലമാലകളെ കീറി ഈ കപ്പലിനെ ഇതുവരെ കൊണ്ടുപോയ റബ്ബേ, നിന്റെ കഴിവിനെ ഞാൻ കണ്ടു അല്ലാ. വഅരിനാ അഫ്വക, പടച്ചവനെ നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? നിന്റെ വിട്ടുവീഴ്ച ഒന്ന് കാണിച്ചു തരുമോ? നിന്റെ കഴിവിനെ കാണിച്ചു തന്നല്ലോ. ഇനിതാ ഈ കപ്പലിതാ മുങ്ങാൻ പോവുകയാ, പ്രയാസത്തിലാണല്ലോ റബ്ബേ, നിന്റെ മാപ്പൊന്ന് കാണിച്ചു തരുമോ? താരീഖിൽ കാണാ മഹാനായ അദ്ദേഹം തങ്ങളുടെ ദുആ പടച്ചവനോട് ദുആ ചെയ്തപ്പോ ഫഖദഅത്തിസ് സഫീന, കപ്പലതാ നങ്കൂരമിട്ടതുപോലെ നിന്നു എന്ന, അനങ്ങാതെ നിന്നു മുഅ്മിനീങ്ങളെ. കപ്പൽ അനങ്ങിയില്ല. രണ്ട് വാക്ക്. ഇങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളുകളുണ്ട്. ഒരുപക്ഷേ നമ്മുടെ ദുആക്ക് ഇങ്ങനെ ഉത്തരം കിട്ടിയേക്കാ, ഒരുപക്ഷേ ആ സമയത്ത് ഉത്തരം കിട്ടാതിരുന്നേക്കാ. പക്ഷേ ചോദിക്കുമ്പോൾ പടച്ചവനോട് ഇഖ്ലാസോടുകൂടെ തേടുക. നാളെ ഇവിടെ പരിശുദ്ധമായ സദസ്സ് സമാപിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ദോഷങ്ങളെ പൊറുപ്പിച്ചവരായി, ആവശ്യങ്ങളെ പൂർത്തീകരിച്ചവരായി, പ്രയാസങ്ങൾ നീങ്ങിയവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പടച്ചവനോട് നല്ലതുപോലെ ആത്മാർത്ഥതയോടുകൂടെ തേടുക. ഈ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യുകയാ. വല്ലാത്ത ദുആയാണ് അയാൾ ദുആ ചെയ്യുന്നത്. പടച്ചവരോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അയാൾ ആവശ്യങ്ങൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നത് മഹാനായ മൂസ നബി കാണുകയാണ്. മൂസാ നബി ചോദിച്ചു, യാ റബ്ബി അല്ലാഹുവേ, വല്ലാഹി ലൗ കാനത് ഹാജതു ഹാദാ, ഈ മനുഷ്യന്റെ കരച്ചിൽ ഞാൻ കാണുകയാ, ഈ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിന്നോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കാണുകയാ. പടച്ചവനെ, ഈ മനുഷ്യന്റെ ആവശ്യമെങ്ങാനും എൻ്റെ അടുത്താണെങ്കിൽ ലഖളൈതുഹാ, ഞാനതങ്ങ് വീട്ടി കൊടുക്കുമായിരുന്നു അല്ലാ. കാരണം എന്തൊരു കരച്ചിലായാൾ കരഞ്ഞുകൊണ്ട് നിന്നോട് തേടുന്നത്, പക്ഷേ നീ അങ്ങ് മാഫ് കൊടുക്കുന്നില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, യാ മൂസാ, മൂസ നബിയേ, അനാ അർഹമു ബിഹി മിൻകാ, മൂസ നബിയേ, നിങ്ങളെക്കാൾ അയാളോട് കരുണ കാണിക്കാൻ ഞാൻ തന്നെ വലിയവനാ, ഞാൻ ഏറ്റവും നല്ല കാരുണ്യവാനാ. വലാകിന്നഹു യദഊനി, പക്ഷേ അയാൾ എന്നോട് ദുആ ചെയ്യുന്നു, പക്ഷേ വഖൽബുഹു ഇൻദ ഗൈരി, അയാളുടെ ഹൃദയം എൻ്റെ അടുത്തല്ല. അയാൾ എന്നോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, പക്ഷേ അയാളുടെ കൽബന്റെ അടുത്തേക്ക് വരുന്നില്ല. എൻ്റെ അയാളുടെ കൽബന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അയാൾ നാവ് കൊണ്ട് ചോദിക്കുന്നു, പക്ഷേ കൽബുമായി ബന്ധമില്ല. ആ മനുഷ്യനോട് മൂസാ നബി വിവരം പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാ ദുആ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാ തേടുന്നത്? നിങ്ങൾ നാവ് കൊണ്ട് ചോദിക്കുന്നത് എന്തേ കൽബ് കൊണ്ട് തേടുന്നില്ല? നിങ്ങൾ അങ്ങനെ തേടിയാൽ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് മഹാനായ മൂസ നബി പറയുകയാണ്. ഫഅജാബല്ലാഹു തആല ദുആഹു, അയാളുടെ ദുആ പടച്ച റബ്ബ് കേൾക്കുകയാ. അല്ലാഹു അയാളുടെ ദുആ കേൾക്കുകയാ. അതുകൊണ്ട് നമ്മൾ തേടുന്നത് എന്തോ എൻ്റെ കൽബുമായി ബന്ധിക്കുക. ഇൻഷാ അല്ലാഹു നമുക്ക് ഉത്തരം തരുന്നതാണ്. അതുകൊണ്ട് പടച്ചവനോട് ഉത്തരം തരുമെന്ന് പ്രതീക്ഷയോടുകൂടെ, നല്ല പ്രതീക്ഷയോടുകൂടെ പടച്ചവനോട് തേടുക. ഇൻഷാ അല്ലാഹ് നല്ല സദഖകൾ ചെയ്യുക. ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സദഖ. സദഖ ചെയ്തുകൊണ്ട് നീ പടച്ചവനോട് തേടുന്നുണ്ടോ, ഇൻഷാ അല്ലാഹ് ദുആക്ക് അല്ലാഹു ഉത്തരം തരുമെന്നതിൽ സംശയമില്ല. അല്ലാഹു എല്ലാ ദുആയും സ്വീകരിക്കുന്നവനാ. ഏതെങ്കിലും ദുആ സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ,
ഒരു ദുആയും അല്ലാഹു സ്വീകരിക്കാതിരിക്കുന്നില്ല. ഒന്ന് വളരെ പെട്ടെന്ന് ദുആ സ്വീകരിക്കൂ. രണ്ടാമത്തതോ ഒരുപക്ഷെ ചോദിക്കുന്നതിനേക്കാൾ ഖൈറായ കാര്യം പടച്ചവൻ നമുക്ക് തരുമെന്നാണ്. പിന്നെയോ അതല്ല, ഏതെങ്കിലും ഒരു ദുആ സ്വീകരിക്കാതിരുന്നിട്ടെങ്കിൽ അത് ആഖിറത്തിൽ വലിയ മുതലായി എനിക്ക് പടച്ച റബ്ബ് തരുമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വല്ലാത്ത അത്ഭുതപ്പെട്ടുകൊണ്ട് പടച്ചവനോട് ചോദിക്കുമത്രേ, അല്ലാഹുവേ ഇതെന്താ അമലാണ്, ഇതേതാണ് ഈ അമല്? ഞങ്ങൾ ഇത്രമേലെ അമല് ചെയ്തിട്ടില്ലല്ലോ. കൂമ്പാരമായി കുന്നുകൂട്ടിയിട്ട് തൻ്റെ മുന്നിൽ പ്രദർശിക്കപ്പെട്ടിരിക്കുന്ന വല്ലാത്ത അമലുകളെ കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പടച്ചവനോട് ചോദിക്കുകയാണല്ലോ, ഇതേതാണ് പടച്ചവനെ ഞങ്ങൾ ചെയ്ത അമലേതാ, ഇതേതാണ് അമലൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് പടച്ചവൻ അവരോട് പറയുകയാണ്, ഏതാണ് ഈ അമലെന്നറിയോ? നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത ദുആകളില്ലയോ, നിങ്ങൾ പടച്ചവനോട് തേടിയ ദുആകളില്ലയോ, ആ ദുആയാണ് സ്വീകരിക്കപ്പെടാത്ത ദുആക്കുള്ള ഒരുപാട് നന്മകളാണ് ഈ കാണുന്നത്, പ്രതിഫലങ്ങളാണ് ഈ കാണുന്നത്. ആ സമയത്ത് അവർ പടച്ചവനോട് പറയുമത്രേ, അല്ലാഹ് ഞങ്ങൾക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കാതിരുന്നിരുന്നുവെങ്കിൽ അത്രയും നല്ല പവറാൻ ഏത് ദുആയും സ്വീകരിക്കാതിരിക്കുകയില്ല. മഹാനായ ഒരു സഹാബിയുണ്ട്, സഅദ് റളിയല്ലാഹു അൻഹു. എന്ത് ദുആ ചെയ്താലും പടച്ചവൻ സ്വീകരിക്കും. എന്താണോ പടച്ചവനോട് തേടുന്നത് അല്ലാഹു സ്വീകരിക്കുന്നതാ. ഒരു ദുആയും അല്ലാഹു സ്വീകരിക്കാതിരുന്നിട്ടില്ല. സ്വഹാബത്ത് മുഴുവനും തീരുമാനിക്കുന്നു, മഹാനവറുകളോടൊന്ന് ചോദിക്കാം, എന്താണ് സയ്യിദ് തങ്ങളെ അതിനുള്ള രഹസ്യമെന്ന് പറഞ്ഞു തരുമോ? എന്താണ് നിങ്ങളുടെ ദുആ പടച്ചവൻ വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്നത്? സയ്യിദ് തങ്ങളുടെ അടുത്തേക്ക് അവർ കടന്നു ചെല്ലുകയാ. സയ്യിദ് തങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദുആ പടച്ചവൻ വളരെ പെട്ടെന്ന് കേൾക്കുന്നത്? സയ്യിദ് തങ്ങൾ പറയാണ്, എന്നെ കേൾക്കുന്നവരെ സയ്യിദ് തങ്ങൾ പറയുകയാണ്, എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ കയ്യെ ഇന്ന് വരെ ഞാൻ ഉയർത്തിയിട്ടില്ല, എൻ്റെ കയ്യെ ഞാൻ ഉയർത്തിയിട്ടില്ല, എൻ്റെ കയ്യെ ഞാൻ ഉയർത്തിയിട്ടില്ല, എൻ്റെ വായിലേക്ക് ഞാൻ ഇതുവരെ ഉയർത്തിയിട്ടില്ല. ലുക്മാ, ഒരൊറ്റ ലുക്മത്ത് പോലും എൻ്റെ വായിലേക്ക് ഞാൻ ഉയർത്തിയിട്ടില്ല. എവിടെ നിന്നാണ് ഇതെവിടെ നിന്നാണ് ഈ ഭക്ഷണോ? എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവോ? ഇത് ഹലാലാണോ? ഇത് ഹറാമാണോ? ഇത് തിന്നാൻ പറ്റുന്നതാണോ? ഹറാം കടിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഹറാം കടിച്ചവന്റെ പ്രാർത്ഥന യാ റബ്ബ് യാ റബ്ബ്, എല്ലാവരും പടച്ചവനെ പടച്ചവനെ എന്ന് തേടി ദുആ ചെയ്യുന്ന പക്ഷേ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാ, ഹലാലായ മുതലവൻ കടിക്കുന്നില്ല, ഹലാലായ മുതലവൻ ഭക്ഷിച്ചിട്ടില്ല, ഹലാലവൻ കടിക്കുന്നില്ല. അതേപോലെ തന്നെ അവന്റെ മസ്റബും കുടിക്കുന്ന സാധനം ഹറാമുകളാ, ഹറാമാണ് കുടിക്കുന്നത്. വമൽബസുഹു ഹറാം, ധരിക്കുന്ന വേഷങ്ങളോ ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക, പിന്നെ എങ്ങനെയാണ് പൊന്നെ നിന്റെ ദുആ അല്ലാഹു കേൾക്കുക? എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കുക? എങ്ങനെയാണ് പടച്ചവൻ സ്വീകരിക്കുക? അതുകൊണ്ട് ദുആ സ്വീകരിക്കണോ, ആദ്യം നമ്മൾ ഹറാം കടിക്കാൻ പാടില്ല, ഹറാം ഭക്ഷിക്കരുത്, ഹറാം കുടിക്കരുത്, ഹറാം ചെയ്യരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഖാലിഖായ പടച്ചവനോട് ആത്മാർത്ഥതയോടുകൂടെ തേടുക, ഇഖ്ലാസോടുകൂടെ തേടുക. എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്നതാണ്.
അല്ലാഹുവാണ് എൻ്റെ ദുആക്ക് ഉത്തരം തരുന്നവനെന്ന് നമ്മൾ തീരുമാനിക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ഫർള് നിസ്കാര സമയ ശേഷമുള്ള ദുആയാ. ഫർള് നിസ്കാര ശേഷം തന്നെ പടച്ചവൻ നമ്മളെ പാപങ്ങൾ മുഴുവനും പുറത്തല്ലോ. ഏത് വലിയ തെറ്റുകൾ ചെയ്തവനായാലും വൻദോഷങ്ങളല്ല ചെറുദോഷങ്ങൾ മുഴുവനും നിസ്കാരം കഴിയുമ്പോൾ തന്നെ പടച്ചവൻ പുറത്തല്ലോ. സ്വഹാബാ ലൗ അന്ന നഹറം ബിവാബി അഹദിക്കും, നിങ്ങളെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു പുഴ ഒലിച്ചു പോകുന്നുണ്ട്, അതിലൂടെ നിങ്ങൾ 5 തവണ ദിനേന കുളിക്കുന്നുണ്ട്. 5 തവണ നിങ്ങൾ കുളിച്ചാൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈ, വല്ലതും അഴുക്കുകൾ ബാക്കിയാകുമോ സഹാബാ? ലാ യബ്ഖാ, പുണ്യ നബിയെ ബാക്കിയാകില്ല, ഒന്നും ബാക്കിയാകില്ല നബിയെ. ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ, ഒന്നും ബാക്കിയാകില്ല റസൂലല്ലാഹ്, ഒന്നും ബാക്കിയാകില്ല. ഇതുപോലെയാണ് കദാലിക സ്വലവാത്തുൽ ഖംസ്, 5 വക്ത നിസ്കാരം ഇതുപോലെയാണ്. 5 വക്ത നിസ്കാരം പള്ളിയിൽ വന്ന് നമ്മൾ നിസ്കരിച്ചാൽ മനോഹരമായൊരു പള്ളി നമ്മൾ ഉണ്ടാക്കുകയാ. അതിമനോഹരമാണ്. സയ്യിദുൽ ഉമ്മ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആളുകളെല്ലാം ഒരുമിച്ച് കൂടുകയാ. ആ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കാൻ കുട്ടികളല്ലാതെ ഇല്ല എന്നത് അത് പാടില്ലാത്തതാണ്. എല്ലാവരും ഒരുമിച്ച് കൂടേണ്ടതാണ്. പള്ളിയിൽ ഒരുമിച്ച് കൂടി നിസ്കാരം നിർവഹിക്കാൻ കഴിയണം. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരം ഒഴിവാക്കുന്നവന് പരിശുദ്ധമായ ദീനിൽ ഒരു വിലയുമില്ല, ഒരു വിലയുമില്ല. അവൻ നായെ പോലെയാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബിഗയ എന്ന കിതാബിലൊക്കെ മഹാന്മാര് പറയുന്നത്, നിസ്കരിക്കാത്തവന് ദീനിൽ ഒരു വിലയുമില്ല, അവൻ നായുടെ വിലയേ ഉള്ളൂ. അവൻ മരിച്ചാൽ പോലും മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അവൻ നിസ്കരിക്കാത്തവനാണോ? അവൻ രോഗിയായാൽ സന്ദർശിക്കാൻ പോലും പാടില്ല, സന്ദർശിക്കാൻ പാടില്ല. അവൻ്റെ മയ്യത്ത് നിസ്കരിക്കരുതെന്ന് മാത്രമല്ല, അവൻ മരിച്ചാൽ അവനെ കൊണ്ടുപോയി മറമാടേണ്ടത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മറമാടുകയോ ആ മഖബറയിൽ ഒരു ബോർഡ് വെക്കണമെന്നാണ്. മഖബറത്തുൽ ഫുസ്സാഖ്, തമ്മാടികളുടെ മഖബറ എന്ന് ബോർഡ് വെക്കണമെന്നാണ് മുഅ്മിനീങ്ങളെ. നിസ്കരിക്കാത്തവനൊരു വിലയുമില്ല. നിസ്കാരം ഒഴിവാക്കിയവൻ, നിസ്കാരം ജീവിതത്തിൽ ഖളാ ഉള്ളവർ ഈ സദസ്സിലുണ്ടോ? ഉമ്മമാരെ, വാപ്പമാരെ, നിങ്ങൾ ജോലിക്ക് പോവുകയും നിങ്ങൾക്ക് അല്ലാഹു എല്ലാം ഹറാമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഖളാ ഉണ്ടോ? നിങ്ങൾ നിസ്കരിച്ചു വിട്ടണം, സുന്നത്ത് പോലും നിസ്കരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊരു ജോലിക്ക് പോകുക എന്നല്ലാതെ, രോഗിയായാൽ നിങ്ങൾ ചികിത്സിക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യത്തിനും നിങ്ങൾ പുറത്തു പോവാൻ പാടില്ല. അത്യാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനു വേണ്ടിയല്ലാതെ നിങ്ങൾ ഒരിക്കലും പുറത്തേക്ക് പോകരുത്. നിങ്ങൾ വീടിൻ്റെ ഉള്ളിലോ ഏകരായി നിന്ന് നിസ്കാരം ഖളാ വിട്ടു തീർക്കണമെന്നാണ് പരിശുദ്ധമായ ശറഅ് നമ്മളെ പഠിപ്പിക്കുന്നത്. നീ അങ്ങാടിയിൽ പോകാൻ പാടില്ല, നീ യാത്രകൾ പോകാൻ പാടില്ല, നീ അനാവശ്യ യാത്രകൾ ചെയ്യരുത്, നീ ഒറ്റൊരാവശ്യത്തിനും പുറത്തു പോകരുത്. നിസ്കാരം ഖളാ ഉള്ളവനാണെങ്കിൽ നീ ജോലിക്ക് പോകുക എന്നല്ലാതെ, ജോലിക്ക് പോകുകയും രോഗിയായാൽ ചികിത്സിക്കുകയും അത്യാവശ്യത്തിന് പുറത്തു പോകുകയുമല്ലാതെ പുറത്തു പോകാൻ പാടില്ല. നീ നിസ്കാരം നിർവഹിച്ച് വീട്ടണമെന്നാണ് ശറഅ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രക്ക് ഗൗരവമുള്ള കാര്യമാ. അല്ലാഹു വിടുകയില്ല. സയൽഖൗന ഗയ്യാ, ആളിക്കത്തുന്ന ഭയാനകമായ നരകത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിസ്കാരം ഖളാ ഉള്ളവന് ദീനിലൊരു വിലയുമില്ല. മഹാനായ ഗസാലി ഇമാമിന്റെ വീട്ടിലേക്ക് ഒരു അതിഥിയെ കൊണ്ടുവരികയാ. ആ അതിഥി എല്ലാ ദിവസവും കൊണ്ടുവരാറുണ്ട്, എല്ലാ ദിവസവും അതിഥിയെ കൊണ്ടുവരാറുണ്ട്. എല്ലാ ദിവസവും ഗസാലി ഇമാം വീട്ടിൽ അതിഥിയെ കൊണ്ടുവരും. ഒരു ദിവസം അതിഥിയെ വീട്ടിലാക്കി ഗസാലി ഇമാം പള്ളിയിലേക്ക് പോവുകയാ. ഭാര്യ ഭക്ഷണം റെഡിയാക്കുകയാ. നല്ല ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഭാര്യ പറയാണ് ഈ മനുഷ്യനോട്, നിങ്ങൾ പോയി നിസ്കരിച്ചു വന്നോളൂ, ഭർത്താവ് പള്ളിയിലാണല്ലോ, നിങ്ങൾ പോയി നിസ്കരിച്ചു വന്നാൽ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം റെഡിയാണ്, അതുകൊണ്ട് പോയി നിസ്കരിച്ചു വരൂ എന്ന്. അയാൾ പറയാണ്, എന്ത് നിസ്കാരം? ആ നിസ്കാരത്തെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ നിസ്കരിക്കാറില്ല. വല്ലാത്ത അസ്വസ്ഥരാവുകയാണ്. ഭാര്യ വല്ലാതെ ബേജാറാവുകയാ. ഭാര്യ വല്ലാതെ അസ്വസ്ഥനായിട്ട് ഭാര്യ ബേജാറാവുന്നു. പടച്ചവനെ, ഭർത്താവ് വന്നാൽ എന്താണ്
പറയുക. എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയില്ല. മഹാനായ ഗസാലി ഇമാം വരുന്നതിന്റെ മുമ്പ് ഇയാൾ പറഞ്ഞേക്കാം, ഭാര്യത അടുത്ത വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, നായയെ വളർത്തുന്ന വീട്ടിലേക്ക് ചെല്ലുകയാ, നായക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിയിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ആ പ്ലേറ്റ് എടുത്തു കൊണ്ടുവന്ന് വീട്ടിലെ നിന്ന് ഭക്ഷണം വിളമ്പിയിട്ട് മനുഷ്യന് വെച്ച് കൊടുക്കുകയാണ്. അയാൾ നല്ലതുപോലെ ഭക്ഷണം കഴിക്കുകയാണ്. അയാൾ ഭക്ഷണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്, അയാൾ പോവുകയാണ്. ഭർത്താവ് പള്ളിയിൽ നിന്ന് വന്നു. ഭർത്താവ് ചോദിക്കുകയാണ്, ഭാര്യയോട് ചോദിച്ചു, മോളെ അയാൾ എവിടെ, എൻ്റെ അതിഥി എവിടെ? അയാൾ പോയല്ലോ, അയാൾ നിസ്കരിക്കാത്ത ആളാണല്ലോ, അയാൾക്ക് നിസ്കാരം അറിയില്ലല്ലോ. പടച്ചോനെ, അയാൾക്ക് നിസ്കാരം അറിയില്ലേ? നീ അയാൾക്ക് ഭക്ഷണം കൊടുത്തോ? അതെ, ഞാൻ കൊടുത്തു. ഞാൻ എങ്ങനെയാണ് ഭർത്താവെ കൊടുത്തെന്നറിയോ? അടുത്ത വീട്ടിലെ നായക്ക് കൊടുക്കുന്ന പ്ലേറ്റ് എടുത്തു കൊണ്ടുവന്ന് ആ പ്ലേറ്റിലാണ് ഞാൻ ആ ഭക്ഷണം വിളമ്പി വെച്ചു കൊടുത്തത് എന്ന് മഹാനായ ഗസാലി ഇമാമിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഭാര്യ കരുതി ഭർത്താവ് സന്തോഷിക്കുമെന്ന്. പക്ഷേ ഗസാലി ഇമാമ ചോദിക്കുകയാണ്, മോളെ എവിടെയാണ് ആ പ്ലേറ്റ് ഉള്ളത്? എവിടെയാണ് മോളെ ആ പ്ലേറ്റ് ഉള്ളത്? എവിടെയാണ് മോനെ ആ പ്ലേറ്റ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് മഹാനായ ഗസാലി ഇമാം ചോദിച്ചപ്പോൾ അതവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് ഗസാലി ഇമാം ചെല്ലുകയാണ്. അവിടെ പോയി പ്ലേറ്റ് എടുത്തിട്ട് ചവിത്തി മരിച്ച് പൊടിപൊടിയാക്കി അടുത്ത കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മഹാനായ ഗസാലി ഇമാം പറയാ, മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്, ഈ സദസ്സിൽ ഇതുവരെ വയൽ കേട്ട മുഅ്മിനീങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ. ഗസാലി ഇമാം പറയുകയാ, മഹാനായ ഗസാലി ഇമാം പറയുകയാണ്, നിസ്കരിക്കാത്തവൻ തന്ന പ്ലേറ്റില് ഇനി നാക്കാലിയായ തൊട്ടാൽ ഏവട്ടം കൈകണ്ട നായ, മുഗല്ലദായ നായ ഭക്ഷിക്കാൻ പാടില്ല. നായ ഭക്ഷിക്കാൻ പാടില്ല. ഇനി തൊട്ടാലേ വട്ടം കൈകണ്ട നായ, നിസ്കരിക്കാത്തവൻ തിന്ന പ്ലേറ്റിൽ നായ ഭക്ഷിക്കാൻ പാടില്ല. അത്രക്ക് ഗൗരവമാണ്. നിസ്കാരിക്കാത്തവൻ ഒരിക്കലും, നിങ്ങളൊന്ന് ഗൗരവത്തോടെ ആലോചിക്കേ, ഞാനും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ വീട്ടിൽ എത്ര പ്ലേറ്റിൽ നായക്ക് ഭക്ഷണം കൊടുക്കാം? നിസ്കരിക്കാത്തവൻ തന്ന പ്ലേറ്റിൽ നായക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. എത്ര പ്ലേറ്റിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാം? ആലോചിച്ചോ, അത്രക്ക് ഗൗരവമുള്ള കാര്യമാണ്. വലിയ പള്ളി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ നിസ്കരിക്കാത്തവരായി മാറിയത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കുന്നവരാകുക. ആ നിസ്കാര ശേഷം പടച്ചവനോടൊന്ന് തേടിയാൽ ആ നിസ്കാരത്തിൽ പോലും ആത്മാർത്ഥതയോടെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ ഖറതു വമാ അസ്റഫ്തു വമാ അസ്റർതു വമാ അലൻതു, അല്ലാഹുവേ ഗ്ഫിർലി, എനിക്ക് മാപ്പ് താ മുൻകടിഞ്ഞു പോയത്, ഇനി ചെയ്യാൻ പോകുന്നത്, അമിതമായി ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, അല്ലാഹുവേ മാപ്പ് താ എന്ന് പടച്ചവനോട് ആത്മാർത്ഥതയോട് കൂടെ പറഞ്ഞ് സലാം വീട്ടുമ്പോ ഖയൗമി വലദതുഹും, ഒരു ഉമ്മ വിറ്റ കുഞ്ഞിനെ പോലെ പാപങ്ങളില്ലാതെ നിഷ്കളങ്കരായ കൽബായി പടച്ചവൻ മാറ്റിത്തരികയാ. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കരുത്. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാ, അല്ലാഹ് നമ്മളെ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാ. ഓരോ വക്ത് നിസ്കാരവും നമ്മളെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു നിസ്കാരം നിർവഹിക്കുന്നവരിൽ പെടുത്തി തരട്ടെ. ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതിനാ, നല്ല നിസ്കാരം നിർവഹിക്കുന്നവരായി മാറുക, നിസ്കാരം നിലനിർത്തുന്നവരാവുക. നിസ്കരിക്കുന്നവന് ദീനിൽ വിലയില്ല, നിസ്കാരം നിലനിർത്തുന്നവനാണ് വില. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞുകൊണ്ടുള്ള ദുആ വല്ലാത്ത ഉത്തരം കിട്ടുന്ന ദുആയാണ്. ബാങ്കിക്കാമത്തിന്റെ ഇടയിലുള്ള ദുആ അത് വല്ലാത്ത ഉത്തരം കിട്ടുന്നതാണ്. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, പക്ഷെ സമയക്കുറവ് കൊണ്ട് ഞാനൊന്ന് ഓടിച്ചുപോയെന്ന് മാത്രം. മുഅ്മിനീങ്ങളെ, അതുപോലെ അർദ്ധരാത്രിയിലുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അർദ്ധരാത്രിയിലുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്.
അങ്ങനെയുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന നല്ല സമയങ്ങളെ, നല്ല ദിവസങ്ങളെ ഓരോന്നോരോന്ന് കണ്ടെത്തി പരിഗണിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ. അതുകൊണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ കഴിയണോ? ബറാത്തിന്റെ രാവ് നഷ്ടപ്പെടുത്തരുത്, ശഅബാനിന്റെ രാത്രികൾ നഷ്ടപ്പെടുത്തരുത്, വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തരുത്. ഇനി വരാൻ പോകുന്ന ഓരോ രാത്രികളും റമദാനിന് വേണ്ടി ഇപ്പോഴും ഞാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അല്ലാഹു എനിക്ക് മൈലേജ് തരില്ല. റമദാൻ തുടങ്ങിയാൽ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് മതിയായി പോകും. അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പോഴേ തുടങ്ങിയിട്ടൊരു കൊല്ലത്തെ മൈലേജ് അല്ലാഹു നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് ശഅബാനിൽ തുടങ്ങുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു എല്ലാം പുറത്തു തരികയും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരുമ്പോൾ നല്ല പ്രതീക്ഷയോടുകൂടെ തേടുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ലാ യറദ്ദുൽ ഖളാ. എനിക്ക് അല്ലാഹു കണക്കാക്കി വെച്ച വല്ല ഖളാകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ഇതിനെല്ലാം തടുക്കാൻ കഴിയുന്ന ഒരേ ഒരു അമല് ദുആയാണ്. അല്ലാഹുവോട് തേടുക എന്നതാണ്. നല്ല നിലയ്ക്ക് ഇഖ്ലാസോടുകൂടെ തേടുക. നേരെ നെഞ്ചിന്റെ ഖൽബിന്റെ ഭാഗത്തേക്ക് നമ്മുടെ കൈ ഉയർത്തിയവനായി തേടുക. അല്ലാഹു ഉത്തരം തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഖൈറിനെ തരട്ടെ. അല്ലാഹു ഖൈറിനെ തരട്ടെ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു ഉത്തരം തരാതിരിക്കില്ല. കാരണം പടച്ചവൻ വലിയ കാരുണ്യവാനാണ്, കരുണക്കടലാണ്. അല്ലാഹു കാരുണ്യവാനാണ്, കരുണക്കടലാണ്. ആ പടച്ചവൻ ഒരിക്കലും പുറത്തു തരാതിരിക്കില്ല. ആ കാരുണ്യവാനായ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് എപ്പോഴും എപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്നവരാവുക, അല്ലാഹനെ ഓർക്കുന്നവരാവുക. വദ്കുർ റബ്ബക, പടച്ചവനെ ഓർക്കുക. ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാണ്, അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ കൽബിന് അല്ലാഹു ശാന്തത തരുന്നത്, അല്ലാഹു പ്രത്യേകമായ ശാന്തത തരുന്നത് അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടാണ്. ആ പടച്ചവനെ ഓർക്കുക. കാരണം വെറുതെയല്ല. നാളെ ഖബറിലേക്ക് വീരമ്പറം പള്ളിയുടെ ചുറ്റുവട്ടത്തെ ഖബർസ്ഥാനിലേക്ക് എന്നെ കൊണ്ടുവെക്കുമ്പോ ആരാരുമില്ലാത്ത വാപ്പയില്ല, ഉമ്മയില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ലാതെ വീട്ടുകാരില്ലാതെ ആ ഖബറിലേക്ക് എന്നെ താഴ്ത്തിയ സുബ്ഹാനല്ലാഹ്, ആരാണ് എന്നെ ഓർക്കാനുള്ളത്? ആരാണ് എന്നെ സ്മരിക്കാനുള്ളത്? ഒരാളുമില്ല. ഒരുപക്ഷേ നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടികളെ ഒന്ന്, നമ്മളെ കുട്ടികൾ നമ്മൾ ഓർക്കുന്ന കാലം എത്രയാ, നമ്മളെ മക്കൾ നമ്മൾ ഓർക്കുന്ന കാലം എത്രയാ? നമ്മളെ മക്കൾ മരിക്കുന്നത് വരെ, മക്കൾ എന്നാണോ മരിക്കുന്നത് അന്ന് വരെ അല്ലാതെ ഒരിക്കലും അല്ലാഹു നമ്മളെ അല്ലാഹു നമുക്ക് അതിൻ്റെ പ്രതിഫലം തരുന്നില്ല. നമ്മളെ മക്കൾ നമ്മൾ ഓർക്കുന്ന കാലം എത്രയാ? നമ്മളെ മക്കളെ നമ്മളെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടുണ്ടോ? അവരെ സിയാറത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? അവരെ സിയാറത്തിന്റെ മര്യാദകളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നീ നിന്റെ വാപ്പയുടെ ഖബറിൻ്റെ അടുത്തേക്ക് പൊന്നുമോന്റെ കൈ പിടിച്ചിന്ന് വരെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് നാളെ എൻ്റെ ഖബറിൻ്റെ അടുത്തേക്കും എൻ്റെ മക്കൾ വരും. അല്ലാത്ത ഒരാളും നമ്മളെ ഖബറിൻ്റെ അടുത്ത് വരില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏകരായി അവിടെ ഖബറിൽ അല്ല പറഞ്ഞല്ലോ, ഉദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാ. ഉദ്കുറൂനി, എന്നെ നിങ്ങൾ ഓർത്താൽ ഫീ മഹദിക്കും, കളിത്തൊട്ടിലായ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്താൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാ. ഫീ ലഹദിക്കും, ഏകരായി കിടക്കുന്ന ആറടി മണ്ണ്, ഊരാക്കൂരിട്ടുള്ള വീട്, ഏകാന്തതയുടെ വീട്, ജന്തുക്കളുടെ വീട്, നിന്നോട് പരീക്ഷ ചോദ്യം ചെയ്യപ്പെടുന്ന പരീക്ഷാ ഹാൾ, അങ്ങനെ ഏകാന്തതയോടുകൂടെ നിൽക്കണ്ട കൂരിട്ടുള്ള ഖബറിലേക്ക് നിന്നെ താഴ്ത്തിയാൽ അല്ല പറയുകയാ, ദുനിയാവിൽ നീ എന്നെ ഓർത്തവനാണോ? ഞാൻ അവിടെ നിന്നെ ഓർക്കുന്നവനാ.
അല്ല നമ്മളെ ഓർക്കുമെന്നുറപ്പാ, പടച്ചവൻ നമ്മളെ ഓർക്കുമെന്നുറപ്പാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആ ഖബറിലേക്ക് നമ്മൾ ഓർക്കാൻ വരുന്ന റബ്ബ് മാത്രമാണ്. നമ്മളെ മക്കൾ മരിക്കാൻ പോകുന്നു, പേരക്കുട്ടികൾ മരിക്കാൻ പോകുന്നു. പേരക്കുട്ടിയും മരിച്ചാൽ എൻ്റെ ഖബർ അനാഥമാണ്. നിങ്ങൾ ആരെങ്കിലും വല്യാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്തവരാണോ? വല്യമ്മയുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. വല്യാപ്പയുടെ ഖബറെ നിങ്ങൾക്കറിയൂ, വല്യമ്മയുടെ ഖബറെ അറിയൂ. അവിടുന്ന് അങ്ങോട്ട് പരമ്പരകളെ പരിചയമില്ല. അവരിന്നും ഖബറിലാണ്, അവർ ഏകരാണ്, അവർക്കൊരു നന്മയും വരാനില്ല. മക്കൾ മരിച്ചപ്പോൾ അക്കൗണ്ട് ക്ലോസ് ആണ്. വല്യപ്പ മരിച്ചപ്പോൾ വല്യാപ്പയുടെ വാപ്പയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെട്ടു. വല്യമ്മയും ആങ്ങളാരും മരിച്ചപ്പോൾ വല്യമ്മയുടെ ഉമ്മയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെട്ടു. ഇതുപോലെ എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും വീര്യംപറമ്പൻ ചുള്ളിയുടെ ചുറ്റുവട്ടത്ത് എൻ്റെ മഹല്ല് പള്ളിയുടെ അതല്ല പടച്ചവൻ കണക്കാക്കിയത് എവിടെയാണോ ആ ഏകരായി നമ്മൾ കിടക്കുമ്പോൾ എനിക്ക് തുണയാകുന്നത് അല്ലാഹ്, പടച്ചവൻ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹനെ ആലോചിച്ച് കരയുക, ഖാലിഖായ റബ്ബിനെ കുറിച്ച് ആലോചിച്ച് കരയുക. ഭയാനകമായി ആടിക്കത്തുന്ന നരകത്തെ കുറിച്ച് പുണ്യനബി പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ വഹാബത്ത് മുഴുവനും പൊട്ടി പൊട്ടി കരയുകയാ. യാ റസൂലല്ലാഹ്, പുണ്യനബി പറയാണ്, സ്വഹാബത്തെ, ആ നരകത്തെ കെടുത്താൻ ഭൂമിയിലുള്ള പുഴകൾ മതിയാവില്ല. കടലിലുള്ള വെള്ളമായാലും ഈ ഭൂമിയിലുള്ള എത്ര കിണറുകളുണ്ടോ, കിണറിലെ വെള്ളമായാലും കടലിലുള്ള വെള്ളവും പുഴയിലെ വെള്ളവും കിണറിലെ വെള്ളവും കൊണ്ടുവന്നാലും നരകത്തെ ഒരിറ്റുപോലും കെടുത്താൻ സാധ്യമല്ല. നരകം കെടുകയില്ല, നരകത്തെ കെടുത്താൻ സാധ്യമല്ല. പക്ഷേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് തലതാഴ്ത്തിക്കൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് പറയോ നബിയേ? അള്ളാന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ അള്ളാനെ ഓർത്തുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചോ. ഇത്രമേൽ വെള്ളം മതിയാവാഞ്ഞിട്ടും ഒരു കോപ്പ വെള്ളം മതി നരകത്തെ കെടുത്താ. അതേതാണ് ആ വെള്ളമെന്നറിയോ? ലാ യലിജുന്നാറ മംബകാ മിൻ ഖശിയത്തില്ലാഹ്. ഖാലിഖായ പടച്ചവനെ ഓർത്തുകൊണ്ട് നീ കണ്ണുനീരൊലിപ്പിച്ചോ. ഹറമല്ലാഹു ജസദഹു അലന്നീറാ. ആളിക്കത്തുന്ന ഭയാനകമായ നരകത്തിൽ നിനക്ക് മോചനമാ, നിനക്ക് അല്ലാഹു രക്ഷ തരികയാ. അതുകൊണ്ട് നരകത്തെ കെടുത്താൻ കഴിയുന്ന ഒരേ ഒരു വെള്ളമേതാ? അത് കണ്ണുനീരാ, കണ്ണുനീരാ. സിനിമ കണ്ട് കരയാറില്ലയോ? സീരിയൽ കണ്ട് കരയാറില്ലയോ? എന്തെല്ലാം അവസ്ഥകൾ കണ്ട് നമ്മൾ കരയാറുണ്ട്. നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു വെള്ളം തന്ന് വെളിച്ചം തന്ന് നടത്തിയവനിരുത്തിയവൻ, എത്രയോ എത്രയോ നടത്തിയവനിരുത്തിയവൻ ആരാണ്? ആ പടച്ചവനെ ഓർത്തുകൊണ്ട് കരയാ. നിനക്ക് കഴിയുമോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കരച്ച് നിനക്ക് ഖബറിൽ ആശ്വാസമാ. എന്നാൽ ഖബറിൽ നിനക്ക് ആനന്ദം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു അമലിതാ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഏതാണെന്നറിയോ? ഇൻഷാ അല്ലാഹ് നാളെ നമ്മളെ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാ. പടച്ചവന്റെ ഭവനം മനോഹരമായിരിക്കുകയാ. നമ്മുടെ വീട് എത്ര മനോഹരമായിട്ടുണ്ട്, അതിനേക്കാളൊത്ത മനോഹാരിതയിലായി നമ്മുടെ പടച്ചവന്റെ ഭവനം നമ്മൾ മാറ്റിയല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാന്റെ വീടിന് വേണ്ടി നമ്മൾ എന്താണോ കൊടുക്കുന്നത്, 10-68 ലക്ഷം രൂപ ഇവിടെ ചെലവാക്കുമ്പോ ആ ഒരു സമ്പത്തിലേക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല നീയത്ത് വെച്ച് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ആ പള്ളിയിൽ ഉളുവെടുക്കുന്നത്, ആ പള്ളിയിൽ നിന്ന് ആളുകൾ ഖുർആൻ ഓതുന്നത്, ആ പള്ളിയിൽ നടക്കുന്ന മജ്‌ലിസുന്നൂറുകൾ, ആ പള്ളിയിൽ നടക്കുന്ന നന്മകൾ, എന്തെല്ലാം നന്മകൾ ആ പള്ളിയിൽ നടക്കുന്നുണ്ടോ, ആ നന്മയുടെ ഒരു സവാബ് ഞാൻ ആ പള്ളിയുടെ ചാരത്തന്തി ഉറങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ മക്കൾ മരിച്ചാലും പേരക്കുട്ടികൾ മരിച്ചാലും പരമ്പരകൾ മരണപ്പെട്ടാലും നഷ്ടപ്പെടാത്ത ഒരു മുതലാ ഇൻഷാ അല്ലാഹ്. എന്നാൽ അതിലേറെ സന്തോഷം അവിടെ ഏറ്റവും കൂടുതൽ സൗകര്യപ്പെടുത്തിയത് ആർക്ക് വേണ്ടിയാ?
പടച്ചവന്റെ ദീൻ പഠിക്കുന്ന മക്കൾക്ക് ആ മക്കൾക്ക് വേണ്ടി പള്ളി സൗകര്യപ്പെടുത്തിയ അള്ളാന്റെ ദീൻ പഠിക്കുന്ന ഭൂമിയിലെ ഏറ്റവും നല്ലവരായ മാലാകമാരുടെ കീഴിലും അവരുടെ സംരക്ഷണ വലയത്തിൽ കഴിയുന്ന ഈ പരിശുദ്ധമായ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള ഏറ്റവും നല്ലവരായ ആളുകൾ ആ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാ സൗകര്യപ്പെടുത്തിയതെങ്കിലോ ഇൻഷാ അല്ലാഹ് അതെത്ര ചെറുതായാലും 1000 ആയാലും 2000 ആയാലും ഇൻഷാ അല്ലാഹ് നല്ല നീയത്തോടുകൂടെ പടച്ചവനെ എൻ്റെ മക്കൾ മരിച്ചാൽ എൻ്റെ ഖബറിന്റെ അടുത്ത് വരാൻ ആരാ ഉള്ളത്? ആരാണ് സിയാറത്തിനുള്ളത്? ആരാണ് പടച്ചവനെ എനിക്ക് ദുആ ചെയ്യാനുള്ളത്? ആരാണ് പടച്ചവനെ എനിക്ക് വേണ്ടി ആണ്ട് കടിക്കാനുള്ളത്? ആരാണ് പടച്ചവനെ ഭൂമിയിൽ എന്നെ ഓർക്കാൻ ഇനി ബാക്കിയുള്ളത്? ഒരാളുമില്ലല്ലോ അല്ലാ. അതുകൊണ്ട് ഞാൻ ഏകരായി കിടക്കുമ്പോ ഇൻഷാ അല്ലാഹ് എന്നെ ഖബറിലേക്ക് എനിക്ക് ഗുണം കിട്ടാൻ ഞാനൊരു 1313 രൂപ ഞാനിതിന് കൊടുക്കാമെന്ന ഒരു നല്ല നിയ്യത്ത് ഇൻഷാ അല്ലാഹ്, ഒരൊറ്റ നിയ്യത്തെ പാടുള്ളൂ. പടച്ചവനെ ഞാൻ ഖബറിൽ കിടക്കുമ്പോ പള്ളിയിൽ നടക്കുന്ന നന്മകളോ അത് നഷ്ടപ്പെടില്ലെന്നുറപ്പല്ലേ? ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആത്, നന്മകൾ തീർച്ചയായും തിന്മകളെ മായ്ച്ചു കളയുന്നതാ. അവിടെ നിന്ന് നന്മകൾ ഇങ്ങനെ വരുമ്പോ നമ്മൾ ചെയ്തു പോയ തിന്മകളെ പടച്ചവൻ മായ്ച്ചു തരുന്നതാ. പടച്ചവൻ നമ്മളെ സദഖയാ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മളെ സദഖ കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളെ സദഖയെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഖബർ വെളിച്ചമാകണോ, ഖബർ സന്തോഷമാകണോ, ഖബർ ഇനാസുള്ളതാകണോ. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടെ എൻ്റെ നാട്ടിലെ പള്ളിയല്ലേ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.